So this is our fourth revision class, revision number 4. Today we are doing clauses. CLAUSES, clauses. What is a clause? What is your idea about a clause? What is your notion about a clause? എന്താണ് ഈ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? What is a clause? നേരത്തെ ഭംഗിയായിട്ട് ഫ്രേസ് ക്ലോസ് അതിൻ്റെ 3 വീഡിയോസാണ് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ടത്. ഇറ്റ് ഈസ് അവൈലബിൾ നൗ ഓൾസോ ഇൻ ദി യൂട്യൂബ്. പ്ലീസ് വാച്ച് ദം. സോ ക്ലോസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് containing a subject and finite verb. Clause is a group of words containing a subject and a finite verb. That is what is clause. It is formed when subject and predicate are combined to communicate an idea. അതായത് ഒരു സബ്ജക്റ്റും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം നൈമിങ് സബ്ജക്റ്റ് നൈമിങ് പാർട്ട് ദ ഡൂവർ പ്രവൃത്തി ചെയ്യുന്ന ആൾ കർത്താവും ഫൈനൈറ്റ് വെർബ്. ഫൈനൈറ്റ് വെർബ് സിംപ്ലി മീൻസ് മെയിൻ വെർബ്. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ചേഞ്ച് വരുന്ന വെർബുകൾ ടെൻസിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ പേഴ്സൺസ് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ സിംഗുൽ തേർഡ് പേഴ്സൺ പ്ലൂറൽ ഇവ വരുമ്പോൾ വേർബ് പ്ലൂറലായിരിക്കും. തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ വേർബ് സിംഗുലർ ആയിരിക്കും. പിന്നെ നമ്പർ വചനമനുസരിച്ച് മാറ്റം വരുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും, സബ്ജക്റ്റ് ഐ ആണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുള്ളൂ. അങ്ങനെയുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ടെൻസിൻ്റെയും നമ്പറിൻ്റെയും പേഴ്സൺസിൻ്റെയും അടിസ്ഥാനത്തിൽ മാറ്റത്തിന് വിധേയമാകുന്നതാണ് ഫൈനൈറ്റ് വെർബ്. ഈ നോൺ ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്, മാറ്റമില്ലാത്തത്. ഇൻഫിനിറ്റീവ് എപ്പോഴും 2+ വെർബായിരിക്കും, ഒരു മാറ്റമില്ല. അതുപോലെ ജെറൻഡ് അല്ലെങ്കിൽ ING ഫോം ഓഫ് ദി വെർബ് ജെറൻഡ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവയ്ക്കൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. എവരിവെയർ ദേ വിൽ ബി ദി സെയിം. എല്ലായിടത്തും എവരിവെയർ ദേ ആർ വൺ ആൻഡ് ദി സെയിം. അത് നോൺ ഫൈനൈറ്റ് വെർബ്സ്. ഇത് ഫൈനൈറ്റ് വെർബ്, മാറ്റമുള്ളത്. അതായത് മെയിൻ വെർബ്. സോ ഹൗ ഈസ് ദി ക്ലോസ് ഫോംഡ്? ദി ക്ലോസ് ഈസ് ഫോംഡ് when a subject and a predicate means telling part വെർബും ബാക്കി അനുബന്ധ കാര്യങ്ങളോട് ചേരുന്നത് predicate are combined to communicate an idea. ഇത് രണ്ടും കൂടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കൂടെ യോജിച്ച് ഒരാശയം ആക്കുന്ന ഒന്നാണ് ക്ലോസ്. that is what is a clause. A sentence may have one or more clauses. ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു ക്ലോസ് എങ്കിലും വേണം. ഒരു സെൻറ്റൻസിന് കുറഞ്ഞതൊരു ക്ലോസെങ്കിലും വേണം, ഒന്നിലേറെയും ക്ലോസുകളാകാം. എ സെൻറ്റൻസ് മേ ഹാവ് 1 or more clauses. Let us see an example taken from your core textbook. Parvati is a girl who is good at dance. Parvati is a girl who is good at dance. ഇവിടെ in this sentence there are 2 parts. This sentence has 2 parts. 2 ഭാഗങ്ങളുണ്ട്. And each of these parts has a subject and a predicate of its own. അത് മാത്രമല്ല, ഇത് 2 ഭാഗങ്ങളുണ്ട്. ഓരോ ഭാഗത്തിനും അതിൻ്റേതായ സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ട് താനും. പക്ഷേ they are 2 separate clauses. They are 2 different clauses. വ്യത്യസ്തമായ ക്ലോസുകളുമാണ്. അതേതാ 2 ഭാഗങ്ങൾ? പാർവതി ഈസ് എ ഗേൾ. രണ്ടാമത്തത് ഹൂ ഈസ് ഗുഡ് അറ്റ് ഡാൻസ്. 2 ഭാഗങ്ങളാണ്. ആദ്യത്തതിൽ പാർവതി എന്ന് പറയുന്ന സബ്ജക്റ്റ്, പിന്നെ ഈസ് എ ഗേൾ എന്ന് പറഞ്ഞ പ്രെഡിക്കറ്റ്. രണ്ടാമത്തതിൽ ഹൂ എന്ന് പറയുന്ന സബ്ജക്റ്റ് റിലേറ്റീവ് പ്രൊനൗൺ ആണെന്നേ ഉള്ളൂ. ഈസ് ഗുഡ് അറ്റ് ഡാൻസ് എന്ന് പറയുന്ന പ്രെഡിക്കറ്റ്. നൗ ലെറ്റ് us see the features or characteristics of a clause. ഒരു ക്ലോസിൻ്റെ സവിശേഷതകൾ. which are the features of a clause? what are the features of a clause? ഒരു ക്ലോസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്പർ 1, a clause has a subject and പ്രെഡിക്കറ്റ്. ഒരു ക്ലോസിന് തീർച്ചയായിട്ടും സബ്ജക്റ്റും ഉണ്ടാകും, പ്രെഡിക്കറ്റും ഉണ്ടാകും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നൈമിങ് പാർട്ട്, പിന്നെ പ്രെഡിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടെല്ലിങ് പാർട്ട്. അത് രണ്ടും ക്ലോസിൽ നിർബന്ധമാണ്. നമ്മളിവിടെ എടുത്ത എക്സാമ്പിൾ പാർവതി ഈസ് എ ഗേൾ. അതിൽ പാർവതി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഈസ് എ ഗേൾ എന്ന് പറയുന്നത് പ്രെഡിക്കറ്റ്. ആ ഒരു ക്ലോസ്. രണ്ടാമത്തെ ക്ലോസ് ഹൂ ഈസ് ഗുഡ് അറ്റ് ഡാൻസ്. അതിൽ ഹൂ സബ്ജക്റ്റ്, ഈസ് ഗുഡ് അറ്റ് ഡാൻസ് എന്ന് പറയുന്ന പ്രെഡിക്കറ്റ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ, ദി സെക്കൻഡ് ഫീച്ചർ ഈസ് ദിസ്. A clause has a finite verb. A clause has a main verb or finite verb.
ഒരു മെയിൻ വെബ് ഒരു ക്ലോസിൽ വേണം. ചേഞ്ചിന് വിധേയമാകുന്ന ടെൻസിൻ്റെയും നമ്പറിൻ്റെയും പേഴ്സൺസിൻ്റെയും അടിസ്ഥാനത്തിൽ ചേഞ്ചിന് വിധേയമാകുന്ന ഒരു ഫൈനൈറ്റ് വെബും അതേപോലെ ഒരു ഫൈനൈറ്റ് വെബ് ഒരു ക്ലോസിലുണ്ടായിരിക്കണം. ഏത് ക്ലോസ് ആയാലും ഏത് തരം ക്ലോസ് ആയാലും അതിലൊരു ഫൈനൈറ്റ് വെബ് ഉണ്ടായിരിക്കണം. ഇനി ഈ ക്ലോസിലെ സബ്ജക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് മേ ബി എക്സ്പ്ലിസിറ്റ്, ഡയറക്റ്റ് ആൻഡ് ക്ലിയർ. ഡയറക്റ്റ് ആൻഡ് ക്ലിയർ ആകാൻ സബ്ജക്റ്റ്. ഓർ സബ്ജക്റ്റ് മേ ബി ഇംപ്ലിസിറ്റ്. ഇംപ്ലിസിറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആൻഡ് അൺക്ലിയർ. എക്സ്പ്ലിസിറ്റോ ഇംപ്ലിസിറ്റോ ആകാം. നമ്മുടെ എക്സാമ്പിൾ നോക്കിയേ, പാർവതി ഈസ് എ ഗേൾ. ആ ക്ലോസിൽ പാർവതി എന്ന് പറയുന്ന എക്സ്പ്ലിസിറ്റ് സബ്ജക്റ്റാണ്, ക്ലിയർ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതേ സമയത്ത് അതിനോട് ചേർന്നുള്ള ആ സെൻറ്റൻസിലുള്ള രണ്ടാമത്തെ പാർട്ടായ രണ്ടാമത്തെ ക്ലോസ് നോക്കി, ഹൂ ഈസ് ഗുഡ് അറ്റ് ഡാൻസ്. അവിടെ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആണ്. പാർവതിക്ക് പകരം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് പ്രൊനൗണാണത്. അത് ഇംപ്ലിസിറ്റ് ആണ്. അങ്ങനെ ഒരു ക്ലോസിലെ സബ്ജക്റ്റ് ഇറ്റ് മേ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റോ ഇംപ്ലിസിറ്റോ ആകാം. സോ ദീസ് ആർ ദി 3 features of the clause. ഒന്ന്, ഏത് ക്ലോസ് ആസ് എ സബ്ജക്റ്റ് ആൻഡ് predicate. Number going to look at the types of clauses. Clauses are of mainly 2 types. Clauses are of importantly 2 types. They are, number 1, independent or main or principal or coordinate clause. ഒന്നാമത്തേതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. പിന്നെ മറ്റ് പേരുകൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം, പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ കോഓർഡിനേറ്റ്. ഈ കോഓർഡിനേറ്റ് കൺജങ്ഷൻസ് എന്ന് പറയുന്ന ചില കൺജങ്ഷൻസ് ഉണ്ട്. അത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്നതുകൊണ്ടാണ് കോഓർഡിനേറ്റ് കൺജങ്ഷൻസ് എന്ന് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ വിളിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓർ സബോർഡിനേറ്റ് ക്ലോസ്. ഡിപ്പെൻഡിങ് ഓൺ സംതിങ്. ഡിപ്പെൻഡൻറ്റ് ഓർ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാൻ കാരണം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇവയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസസ് എന്ന് വിളിക്കുന്നത്. Thus there are 2 types of clauses. Firstly, let us see what an independent clause is. What's an independent clause or main clause or principal clause? A clause that can stand alone in a sentence. A clause which can stand alone in a sentence is called independent clause. ഒരു സെൻറ്റൻസിൽ സ്വതന്ത്രമായി വേറെ ഒന്നിനെ ആശ്രയിക്കാതെ ഫുൾ മീനിങ് വ്യക്തമാക്കി ക്ലിയർ സെൻസ് വ്യക്തമാക്കി നിൽക്കാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ക്ലോസാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ കോഓർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. എ ക്ലോസ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ഇൻ എ സെൻറ്റൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വാട്ട് ഇറ്റ് ഈസ്, അത് പേര് തന്നെ ഉണ്ടല്ലോ, ഡിപ്പെൻഡൻറ്റ് ഓർ സബോർഡിനേറ്റ്. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ഇൻ ദി നെയിം, പേര് തന്നെ ഉണ്ടല്ലോ അത്. Dependent clauses are the clauses that require. They are the clauses that require or need an additional clause to be meaningful. They require or need an additional clause to be meaningful. അർത്ഥവത്താകണമെന്നുണ്ടെങ്കിൽ, ഫുൾ സെൻസ് തരണമെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിന് ഒറ്റയ്ക്ക് കഴിയത്തില്ല, മറ്റൊരു ക്ലോസിനെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ഓഫൺ ബിഗിൻ വിത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ലൈക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ സബോർഡിനേറ്റ് ക്ലോസസ് എന്ന് വിളിക്കാനൊരു കാര്യം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വരുന്നതുകൊണ്ടാണെന്ന്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് മിക്കവാറും ആരംഭിക്കുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആ ഇഫ്, കണ്ടീഷനെ കാണിക്കുന്ന ഇഫ്, റീസണെ കാണിക്കുന്ന ബിക്കോസ്, ഈവൻ, ദോ, കൺസെഷനെ കാണിക്കുന്ന ദോ, ആഫ്റ്റർ, വൈൽ, വെന്നെവർ, ഇവയൊക്കെ സമയത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ സിൻസ്, ഇഫ്, സിൻസും റീസണെ കാണിക്കുന്നത്. സിൻസ്, ഇഫ്, ബിക്കോസ്, ഈവൻ, ദോ, ആഫ്റ്റർ, വൈൽ, വെന്നെവർ. So these are the subordinating conjunctions with which often these dependent clauses begin. Dependent clause ആരംഭിക്കുന്ന subordinating conjunctions ഇതൊക്കെയാണ് സാധാരണ. Then now let us see independent clause or main clause or principal clause or coordinating clause. What is it?
An independent or principal or main or coordinate clause refers to a clause that makes a complete sentence. അതൊരു സെന്റൻസ് പോലെയാണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് കംപ്ലീറ്റ് സെൻസ് നൽകുന്നത്. An independent or principal clause refers to a clause that makes a complete sense by itself, complete meaning by itself. പൂർണ്ണമായ അർത്ഥത്തെ സംജാതമാക്കുന്ന ക്ലോസ് ആണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഇൻ ദി സെന്റൻസ് നമ്മൾ നേരത്തെ കണ്ട സെന്റൻസ് ഉണ്ടല്ലോ, പാർവതി ഈസ് എ ഗേൾ ഹു ഈസ് ഗുഡ് അറ്റ് ഡാൻസ്. ദി ക്ലോസ് പാർവതി ഈസ് എ ഗേൾ, പാർവതി ഒരു പെൺകുട്ടിയാണ്, ഫുൾ സെൻസ് നൽകുന്നുണ്ട്. ഫുൾ സെൻസ്, ഫുൾ മീനിങ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതേസമയത്ത് ഹു ഈസ് ഗുഡ് അറ്റ് ഡാൻസ് അതിൽ നിന്ന് ഒരു ഫുൾ സെൻസ് കിട്ടുന്നില്ല, ഫുൾ മീനിങ് കിട്ടുന്നില്ല. അപ്പോൾ പാർവതി ഈസ് എ ഗേൾ ഹു ഈസ് ഗുഡ് അറ്റ് ഡാൻസ്. The clause Parvati is a girl is capable of standing alone. It is capable of. This part is capable of standing alone as an independent sentence. ഒരൊറ്റ ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയി നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ക്ലോസ് ആണ് പാർവതി ഈസ് എ ഗേൾ എന്ന് പറയുന്ന ക്ലോസ്. അതുകൊണ്ട് അത് ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് ആണ്. സിൻസ് ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആർ കമ്പൈൻഡ്, ഇൻഡിപെൻഡൻറ്റ് ക്ലാസസ് ആർ കമ്പൈൻഡ്, രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ യോജിപ്പിക്കാനായിട്ട്, രണ്ട് മെയിൻ ക്ലോസുകളെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് അറിയപ്പെടുന്നത് കോ-ഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ദി കൺജങ്ഷൻസ് വിച്ച് ആർ യൂസ് ടു ലിങ്ക് ഓർ കണക്ട് ഓർ കമ്പൈൻ ടു ഇൻഡിപെൻഡൻറ്റ് ക്ലാസസ് ആർ നോൺ ആസ് കോ-ഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് സച്ച് ആസ്. പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഉണ്ട്. ഏതാണ്? ആൻഡും ബട്ടും ഓറും. ആൻഡ്, ബട്ട്, ഓർ. ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. പിന്നെ വേണമെങ്കിൽ നെയ്തർ, നോർ, എയ്തർ, ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇങ്ങനെയുള്ളതും വരാം. അപ്പം ഇങ്ങനെയുള്ളതും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രണ്ട് പ്രിൻസിപ്പൽ ക്ലോസുകളെ അല്ലെങ്കിൽ രണ്ടിലേറെ പ്രിൻസിപ്പൽ ക്ലോസുകളെ യോജിപ്പിക്കാനായിട്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ദേ ആർ കോൾഡ് കോർഡിനേറ്റഡ് ക്ലോസസ് എന്നറിയപ്പെടുന്നത്. ദെൻ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ഓർ സബോർഡിനേറ്റ് ക്ലോസസ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ഏതിനെ ആശ്രയിക്കുന്നത്? ആശ്രയിക്കുന്ന വേറെ ഒന്നിനെ അല്ല, ഒരു ഇൻഡിപെൻഡൻറ്റിനെ ആയിരിക്കും ആശ്രയിക്കുന്നത്. അല്ല വേറെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. എ ഡിപ്പെൻഡൻറ്റ് ഓർ സബോർഡിനേറ്റ് ക്ലോസ് ഈസ് എ ക്ലോസ് that is dependent on the principal clause or main clause or independent clause to convey complete meaning. Once again, a dependent or subordinate clause is a clause that is dependent on an independent or principal or main clause for conveying a complete meaning or complete sense. പൂർണ്ണമായ അർത്ഥം നൽകണമെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു വേറെ ക്ലോസോടെ കൂടിച്ചേർന്നാലോ സാധിക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? ഈ സബോർഡിനേറ്റ് ക്ലോസിന് അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് ചീഫ് മെയിൻ ക്ലോസിനെ ആശ്രയിക്കേണ്ടി വരും. അതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലാസ്. ഓരോ കോമൺ എക്സാമ്പിൾ, പാർവതി ഈസ് എ ഗേൾ ഹു ഈസ് ഗുഡ് അറ്റ് ഡാൻസ്. അതിലെ ആ ഹു ഈസ് ഗുഡ് അറ്റ് ഡാൻസ് എന്നുള്ള പാർട്ട് നോക്കിയേ. ഹു ഈസ് ഗുഡ് അറ്റ് ഡാൻസ് cannot be used independently. It can never be used independently. നമുക്കത് ഒറ്റയ്ക്ക് ഹു ഈസ് ഗുഡ് അറ്റ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല, കേൾവിക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അത് ഏതിനെ ആശ്രയിക്കുന്നു? പാർവതി ഈസ് എ ഗേൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് ദെയർഫോർ എ ഡിപ്പെൻഡൻറ്റ് ഓർ സബോർഡിനേറ്റ് ക്ലോസ്. ഇനി നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ പരീക്ഷയ്ക്ക്, ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യുക. Identify the principal and subordinate clause in the following sentences. താഴെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ വാക്യത്തിന് രണ്ടോ അതിലധികമോ ക്ലോസുകളുണ്ട്. അതിൽ പ്രിൻസിപ്പൽ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണെന്ന് പറയണം. പ്രിൻസിപ്പൽ ക്ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഫുൾ സെൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് ഒറ്റയ്ക്ക് നിന്നാൽ മനസ്സിലാവുന്നോ നോക്കിയാൽ മതി. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ മനസ്സിലാകാത്തത് എന്തായിരിക്കും? സബോർഡിനേറ്റിംഗ് ക്ലോസ്. അതല്ലെങ്കിൽ സബോർഡിനേറ്റിംഗ് ക്ലോസിൻ്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ടായിരിക്കും. വാട്ടോ, ആഫ്റ്ററോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണും. വേറോ ഒക്കെ കാണും. യെസ്. നമ്പർ 1, they sat under a tree after they had walked a very long distance.
they sat under a tree after they had walked a very long distance. അതിൽ they sat under a tree ഒരു ക്ലോസ്, after they had walked a very long distance രണ്ടാമത്തെ ക്ലോസ്. അവരൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെൻസ് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് they sat under a tree എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. പിന്നെ ആഫ്റ്റർ തുടങ്ങുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ തുടങ്ങുന്ന ഫുൾ സെൻസ് നൽകാത്ത ആഫ്റ്റർ ദേ ഹാഡ് വാക്ക്ഡ് എ വെരി ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റിംഗ് ക്ലോസ്. നമ്പർ 2, ഐ ഡോണ്ട് എഗ്രി വിത്ത് വാട്ട് യു സെഡ്. ഐ ഡോണ്ട് എഗ്രി ഒരു പാർട്ട്, വിത്ത് വാട്ട് യു സെഡ് വേറൊരു പാർട്ട്. ഞാൻ നിന്നോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഫുൾ സെൻസ് ഉണ്ടല്ലോ. അപ്പം ഐ ഡോണ്ട് എഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ക്ലോസ് അല്ലേ? വിത്ത് വാട്ട് യു സെഡ്, വിത്ത് വാട്ട് യു സെഡ് എന്ന് പറയുന്ന ഫുൾ സെൻസ് നൽകുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് സബോർഡിനേറ്റ് ക്ലോസ്. സുമി വാണ്ടഡ് ടു ഗിവ് മീ എ ഗിഫ്റ്റ് ബിഫോർ ഐ ലെഫ്റ്റ് ഫോർ ലണ്ടൻ. ഞാൻ ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് സുമി എനിക്കൊരു ഗിഫ്റ്റ് നൽകാൻ ആഗ്രഹിച്ചു. സുമി വാണ്ടഡ് ടു ഗിവ് മീ എ ഗിഫ്റ്റ് അതൊരു പാർട്ട്. ബിഫോർ ഐ ലെഫ്റ്റ് ഫോർ ലണ്ടൻ രണ്ടാമത്തെ പാർട്ട്. ആദ്യത്തെ പാർട്ട് നോക്കിയ സുമി വാണ്ടഡ് ടു ഗിവ് മീ എ ഗിഫ്റ്റ്, സുമി എനിക്കൊരു സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് എന്താണ്? അതൊരു പൂർണ്ണമായ മീനിങ് നൽകുന്നില്ലയോ? അതുകൊണ്ട് അതെന്താണ്? പ്രിൻസിപ്പൽ ക്ലോസ് അല്ലേ? അതേ സമയത്ത് ബിഫോർ ഐ ലെഫ്റ്റ് ഫോർ ലണ്ടൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെൻസ് ഒന്നും കിട്ടുന്നില്ല, എന്താ സംഭവിച്ചൊന്നും കിട്ടുന്നില്ല. അത് സബോർഡിനേറ്റിംഗ് ക്ലോസ്. അനദർ വൺ, ഐ ഫസ്റ്റ് മെറ്റ് ദം ഇൻ തൃശ്ശൂർ വേർ ഐ ലിവ്ഡ് ആസ് എ ചൈൽഡ്. ഐ ഫസ്റ്റ് മെറ്റ് ദം ഇൻ തൃശ്ശൂർ ഒരു ഭാഗം, വേർ ഐ ലിവ്ഡ് ആസ് എ ചൈൽഡ് എന്ന് പറയുന്നത് രണ്ടാം ഭാഗം. ഞാൻ അവരെ ആദ്യമായി തൃശ്ശൂരിൽ വെച്ച് കണ്ടുമുട്ടി. അത് നോക്കിയാൽ ഫുൾ സെൻസ് കിട്ടുന്നുണ്ടല്ലോ. ഐ ഫസ്റ്റ് മെറ്റ് ദം ഇൻ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഫുൾ സെൻസ് കിട്ടുന്നുണ്ടല്ലോ. അത് PC, പ്രിൻസിപ്പൽ ക്ലോസ്. വേർ ഐ ലിവ്ഡ്, വേർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗണിൽ തുടങ്ങിയിരിക്കുന്നു. വേർ ഐ ലിവ്ഡ് ആസ് എ ചൈൽഡ്, അത് യഥാർത്ഥ റിലേറ്റീവ് ആഡ്വർബാണ്. വേർ ഐ ലിവ്ഡ് ആസ് എ ചൈൽഡ് അതെന്തോന്ന്? അതേത്? ഫുൾ സെൻസ് കിട്ടുന്നില്ലല്ലോ. അത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് നമ്മൾ ഈ വേറെന്ന് പറയുന്ന റിലേറ്റീവ് ആഡ്വർബ്. അതല്ല, ഇത് സബോർഡിനേറ്റിംഗ് ക്ലോസ്. അനദർ വൺ, മദർ വിൽ ടേക്ക് മീ ടു വാച്ച് എ മൂവി. മദർ വിൽ ടേക്ക് മീ ടു വാച്ച് എ മൂവി ആഫ്റ്റർ ഷീ പിക്സ് മീ അപ്പ് ഫ്രം ദി സ്കൂൾ. രണ്ട് ഭാഗമുണ്ട്. There are two parts in this sentence. There are two clauses. Mother will take me to watch a movie. അമ്മ എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. ഫുൾ സെൻസ് കിട്ടുന്നുണ്ടല്ലോ. ആഫ്റ്റർ ഷീ പിക്സ് മീ അപ്പ് ഫ്രം ദി സ്കൂൾ അതൊരു ഫുൾ സെൻസ് കിട്ടുന്നില്ലല്ലോ. ആഫ്റ്റർ എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് കണ്ടിന്യൂഷനിലാണ് തുടങ്ങിയിരിക്കുന്നത്. അത് രണ്ടാമത്തത് സബോർഡിനേറ്റിംഗ് ക്ലോസ്. ആദ്യത്തതോ മദർ വിൽ ടേക്ക് മീ ടു വാച്ച് എ മൂവി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിൻസിപ്പൽ ക്ലോസ്. ദി സ്റ്റുഡൻറ് സ്റ്റുഡ് അപ്പ് വെൻ ദി ടീച്ചർ വാക്ക്ഡ് ഇൻ ടു ദി ക്ലാസ് റൂം. ദി സ്റ്റുഡൻറ് സ്റ്റുഡ് അപ്പ്, കുട്ടികൾ എഴുന്നേറ്റ് നിന്നു, വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്നു. ഫുൾ സെൻസ് കിട്ടുന്നുണ്ടല്ലോ. എപ്പോഴാണ്? വെൻ ദി ടീച്ചർ വാക്ക്ഡ് ഇൻ ടു ദി ക്ലാസ്. വെൻ എന്ന് പറയുന്ന ആ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അതൊരു ഫുൾ സെൻസ് ഫുൾ മീനിങ് നൽകുന്നില്ലല്ലോ. ദി സ്റ്റുഡൻറ് സ്റ്റുഡപ്പിനെ പോലെ അല്ലല്ലോ. അപ്പോൾ സ്റ്റുഡൻറ് സ്റ്റുഡപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്ലോസും വെൻ ദി ടീച്ചർ വാക്ക്ഡ് ഇൻ ടു ദി ക്ലാസ് എന്ന് പറയുന്നത് അത് സബോർഡിനേറ്റിംഗ് ക്ലോസും അല്ലേ. ദ ഗേൾ ഹു വൺ ദി ഫസ്റ്റ് പ്രൈസ്. ദ ഗേൾ ഹു വൺ ദി ഫസ്റ്റ് പ്രൈസ് ഈസ് മൈ കസിൻ. രണ്ട് വാക്യമുണ്ട്, അതിനിടയിലാണ് ഒരു ക്ലോസ് ഇട്ടിരിക്കുന്നത്. ദ ഗേൾ ഹു വൺ ദി ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്. ദ ഗേൾ, പിന്നെ അവസാന ഭാഗം കൂടെ ദ ഗേൾ ഈസ് മൈ കസിൻ. ദ ഗേൾ ഈസ് മൈ കസിൻ, ആ പെൺകുട്ടി എൻ്റെ കസിനാണ്. ഫുൾ സെൻസ് കിട്ടുന്നുണ്ട്. അത് പ്രിൻസിപ്പൽ ക്ലാസ് രണ്ട് ഭാഗത്തായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഹു വൺ ദി ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗണിൽ തുടങ്ങിയിരിക്കുന്ന ഫുൾ സെൻസ് നൽകാത്ത സബോർഡിനേറ്റിംഗ് ക്ലോസ്. If we meet after the class, we can go home together. If we meet after the class, we can go home together. We can go home together എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട് ഫുൾ സെൻസ് നൽകുന്നുണ്ട്. ആ ക്ലോസ് ഫുൾ സെൻസ് നൽകുന്നുണ്ട്. പിന്നെ കണ്ടീഷൻ പറയുന്ന ഇഫ് വി മീറ്റ് ആഫ്റ്റർ ദി ക്ലാസ്, ക്ലാസ് കഴിഞ്ഞ് കാണുകയാണെങ്കിൽ എന്ന് പറയുന്നത് ഒരു ഫുൾ സെൻസ് നൽകുന്നില്ല. അത് ഇഫിൽ ആരംഭിക്കുന്ന ഇഫ് എന്ന് പറയുന്ന
കണ്ടീഷണൽ ഇഫിൽ ആരംഭിക്കുന്ന കണ്ടീഷണൽ ക്ലോസ് ആണ്. അത് എല്ലാ കണ്ടീഷണൽ ക്ലോസുകളും ഇഫിലോ അൺലെസ്സിലോ ആരംഭിക്കുന്ന എല്ലാ കണ്ടീഷണൽ ക്ലോസുകളും എന്താണ്? സബോർഡിനേറ്റിംഗ് ക്ലോസുകളാണ്. അപ്പോൾ ആദ്യത്തത് സബോർഡിനേറ്റിംഗ് ക്ലോസ്, പിന്നെ വി ക്യാൻ ഗോ ഹോം ടുഗദർ എന്ന് പറയുന്ന ക്ലോസ് പ്രിൻസിപ്പൽ ക്ലോസ്. അടുത്തതും അതുപോലെ തന്നെ ഉള്ളത്. ഇഫ് യു ടേക്ക് മെഡിസിൻസ് യു വിൽ ബി ഫൈൻ അഗൈൻ. നീ മെഡിസിൻസ് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ നീ എന്നൊക്കെ സുഖം പ്രാപിക്കും. അതും ഇഫ് യു ടേക്ക് മെഡിസിൻസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ക്ലോസ്, സബോർഡിനേറ്റിംഗ് ക്ലോസ്. യു വിൽ ബി ഫൈൻ അഗൈൻ എന്ന് പറയുന്നത് ഫുൾ മീനിങ് നൽകുന്നുണ്ട്, അത് പ്രിൻസിപ്പൽ ക്ലോസ്. Now we are passing on to a very important section. Types of subordinate clauses. Kinds of subordinate clauses. എത്ര സബോർഡിനേറ്റ് ക്ലോസസ് ഉണ്ട്, എങ്ങനെയെല്ലാം ഉള്ള സബോർഡിനേറ്റ് ക്ലോസുകളുണ്ട്. Subordinate clauses are introduced by subordinating conjunctions, because, though, however, before, etc. വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ബിക്കോസ്, ദോ, ഹവർ, ബിഫോർ തുടങ്ങിയ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിലാണ് ആരംഭിക്കുന്നത്. The subordinate clauses are introduced by subordinating conjunctions because, though, however, before, etc. Or relative pronouns. Or subordinating clauses are introduced by relative pronouns such as who, which, what, that, where, whom, that function as subordinating conjunctions. So these conjunctions, these relative pronouns who, which, what, that, where, whose, whom, these conjunctions function as subordinating conjunctions. ഇവയും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. There are mainly 4 types of subordinate clauses. Subordinate clauses are of 4 types. Number 1, noun clause or nominal clause. ഒന്നാമത്തെ തരം സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് നൗൺ ക്ലോസ്, or it is also known by nominal clause. It is also called nominal clause, noun clause or nominal clause. When a subordinate clause performs the function of a standard noun in a sentence, when a subordinate clause or a dependent clause performs the function of a standard noun in a sentence, it is known as noun clause or nominal clause. Nominal, noun clause ന്റെ വേറൊരു പേരാണ് നോമിനൽ ക്ലോസ്. എന്താ അത്? ഒരു സെൻറ്റൻസിൽ ഈ സബോർഡിനേറ്റിംഗ് ക്ലോസ് ഒരു നൗണിൻ്റെ ധർമ്മമാണ്. നൗൺ എന്ന് പറയുമ്പം അതിനൊരുപാട് ധർമ്മങ്ങളുണ്ട്. വെർബിൻ്റെ സബ്ജക്റ്റായിട്ട് വരും, വെർബിൻ്റെ ഓബ്ജക്റ്റായിട്ട് വരും, വെർബിൻ്റെ ഒരു കോംപ്ലിമെൻ്റായിട്ട് വരും, വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റായിട്ട് വരും. ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും എന്തോ വരും, ഈ നൗൺ വരും. അങ്ങനെ ഏതെങ്കിലും ഒരു നൗണിൻ്റെ ധർമ്മം ചെയ്യുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ വെർബിൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്നു, വെർബിൻ്റെ ഓബ്ജക്റ്റായിട്ട് വരുന്നു, അല്ലെങ്കിൽ വെർബിൻ്റെ കോംപ്ലിമെൻ്റായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ്റെ ഓബ്ജക്റ്റായിട്ട് വരുന്നു. അങ്ങനെ ഒരു നൗണിൻ്റെ ഫങ്ഷൻ ചെയ്യുമ്പോൾ വെൻ എ സബോർഡിനേറ്റിംഗ് ക്ലോസ് വർക്ക്സ് ആസ് എ നൗൺ, സ്റ്റാൻഡേർഡ് നൗൺ ഇൻ എ സെൻറ്റൻസ്, വെൻ ഇറ്റ് ഡസ് ദി വർക്ക് ഓഫ് എ നൗൺ ഇൻ എ സെൻറ്റൻസ്, it is known as noun clause or nominal clause. അപ്പോൾ this noun clause can be, this nominal clause can be the subject or the object of a transitive verb. Transitive verb എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ് ഉള്ള വെർബാണല്ലോ ട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ അറിയാൻ വിച്ച് ഡസൻറ്റ് ഹാവ് ആൻ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് ഇല്ലാത്തതാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. സോ ഇറ്റ് ക്യാൻ ബി ദി സബ്ജക്റ്റ് ഓർ ദി ഓബ്ജക്റ്റ് ഓഫ് എ ട്രാൻസിറ്റീവ് വെർബ്, അല്ലേ? എന്താണ്? ഒന്നുകിൽ സബ്ജക്റ്റായിട്ട് വരാം, അല്ലെങ്കിൽ ഓബ്ജക്റ്റായിട്ട് വരാം. അങ്ങനെയാണ് നൗൺ ക്ലോസ് ആയി മാറുന്നത്. അപ്പം നൗൺ ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർബിൻ്റെ സബ്ജക്റ്റായിട്ട് വരാം, വെർബിൻ്റെ ഓബ്ജക്റ്റായിട്ട് വരാം, ഒരു പ്രപ്പോസിഷൻ്റെ ഓബ്ജക്റ്റായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു വെർബിൻ്റെ കോംപ്ലിമെൻ്റ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ആഡ്വർബിയൽസോ അജക്റ്റീവ്സോ ഒക്കെ ആയിരിക്കും കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയും വരാം. let us see an example. Rahima said that. Rahima said that she wanted to become an author. Rahima said that she wanted to become an author.
സോ ലുക്ക് അറ്റ് ദി സെൻറ്റൻസ്. റഹീമ സെഡ്, റഹീമ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് സെൻസ് ഓർ കംപ്ലീറ്റ് മീനിങ്. അതുകൊണ്ട് അതൊരു പ്രിൻസിപ്പൽ ക്ലോസ്. അതല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ വെരി ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അതേസമയത്ത് ദാറ്റ് ഷീ വാണ്ടഡ് ടു ബിക്കം ആൻ ഓതർ, അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഈ സബോർഡിനേറ്റ് ക്ലാസ് എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് വർക്ക്സ് ആസ്, ഇറ്റ് ഫങ്ഷൻസ് ആസ്, ഓർ ഇറ്റ് കംസ് ആസ് ദി ഓബ്ജക്റ്റ് ഓഫ് ദി വെർബ് സെഡ്. സെഡ് എന്ന് പറയുന്ന വെർബിൻ്റെ ഓബ്ജക്റ്റ് കർമ്മമായിട്ട് വരുന്നു ഇത്രയും ഭാഗം. സെഡ് എന്ന് പറയുന്ന വെർബിൻ്റെ ഓബ്ജക്റ്റായിട്ട് വരുന്നു എത്രയും ഭാഗം? ദാറ്റ് ഷീ വാണ്ടഡ് ടു ബിക്കം ആൻ ഓതർ. ദാറ്റ് ഷീ വാണ്ടഡ് ടു ബിക്കം ആൻ ഓതർ എന്ന് പറയുന്നത് എന്തായിട്ട് വരുന്നു? അത് പിന്നെ ഓബ്ജക്റ്റായിട്ട് വരുന്നു. ഏതിൻ്റെ? സെഡ് എന്ന് പറയുന്ന വെർബിൻ്റെ. അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് എ നൗൺ ക്ലാസ് ഓർ എ നോമിനൽ ക്ലോസ്. അതുകൊണ്ട് ഇതിനെ നൗൺ ക്ലാസ് അല്ലെങ്കിൽ നോമിനൽ ക്ലോസ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് കോൾഡ് എ നൗൺ ക്ലോസ് ഓർ എ നോമിനൽ ക്ലോസ്. നൗൺ ക്ലോസ് ഓർ എ നോമിനൽ ക്ലോസ്. Then that he is the only boy in the group, that he is the only boy in the group doesn't qualify him to be the leader. ആ ഗ്രൂപ്പിൽ ഒരേ ഒരു ആൺകുട്ടിയുള്ളൂ എന്ന് കരുതി അവന് ലീഡറാകാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. ദാറ്റ് ഹീസ് ദി ഒൺലി ബോയ് ഇൻ ദ ഗ്രൂപ്പ് ഡസൻറ്റ് ക്വാളിഫൈ ഹിം ടു ബി ദി ലീഡർ. അവിടെ നോക്കി, ഡസൻറ്റ് ക്വാളിഫൈ ഹിം ടു ബി ദി ലീഡർ. അപ്പോൾ ഡസൻറ്റ് ക്വാളിഫൈ എന്ന് പറയുന്ന വേർബ്, ആ വേർബിൻ്റെ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഏത് ഭാഗം? ഏത് ക്ലോസ്? ദാറ്റ് ഹീസ് ദി ഒൺലി ബോയ് ഇൻ ദി ഗ്രൂപ്പ്. ദാറ്റ് ഹീസ് ദി ഒൺലി ബോയ് ഇൻ ദി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡസൻറ്റ് ക്വാളിഫൈ എന്നുള്ള ആ വെർബിൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്നു ഈ ഒരു സബോർഡിനേറ്റ് ക്ലാസ്. അപ്പോൾ ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? ഇറ്റ് ഈസ് noun clause or nominal clause. Noun clause or nominal clause. Then he mostly depended, അവൻ കൂടുതലായിട്ട് ആശ്രയിച്ചു. അതൊരു മെയിൻ ക്ലാസ്സാണ്, പ്രിൻസിപ്പൽ ക്ലാസ്സാണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലാസ്സാണ്. ഓൺ വാട്ട് ഹിസ് പേരൻസ് ഗേവ് ഹിം. ഓൺ വാട്ട് ഹിസ് പേരൻസ് ഗേവ് ഹിം. അപ്പോൾ ഓണിലാണ് തുടങ്ങുന്നേ. അപ്പോൾ ഓൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിപ്പോസിഷനാണല്ലോ. അപ്പോൾ പ്രിപ്പോസിഷൻ്റെ ഒരു ഓബ്ജക്റ്റായിട്ടാണ് ഏത് വരുന്നത്? ഓണിൻ്റെ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ്റെ ഓബ്ജക്റ്റായിട്ടാണ് വാട്ട് ഹിസ് പേരൻസ് ഗേവ് ഹിം വരുന്നത്. ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ്റെ ഓബ്ജക്റ്റായിട്ട്. അപ്പോൾ അതെന്താണ്? വാട്ട് ഹിസ് പേരൻസ് ഗേവ് ഹിം എന്ന് പറയുന്നത് നോമിനൽ ക്ലോസ് അല്ലെങ്കിൽ നൗൺ ക്ലോസ് ആണ്. ഡു യു ഫീൽ ഡൗട്ട്ഫുൾ? സംശയമില്ലല്ലോ, സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ദർ ഈസ് നോ റീസൺ ഫോർ എ ഡൗട്ട് ഓർ ദർ ഈസ് നോ ഗ്രൗണ്ട് ഫോർ ബീയിങ് ഡൗട്ട്ഫുൾ. സംശയിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. This is how he managed his affairs. This is how he managed. ഇങ്ങനെയാണ് അവൻ മാനേജ് ചെയ്തിരുന്നത്. അപ്പോൾ അതെന്താ? അത് പ്രിൻസിപ്പൽ ക്ലാസ്. ഹിസ് അഫയേഴ്സ് എന്ന് പറയുന്നത് അവസാനം വന്നിരിക്കുന്ന അത് ഏതാണ്? ഹിസ് അഫയേഴ്സ് എന്ന് പറയുന്നത് ആ വേർബിൻ്റെ മാനേജഡ് എന്നുള്ളതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? നൗൺ ക്ലോസ് അല്ലെങ്കിൽ നോമിനൽ ക്ലോസ് ആണ്. സോ ദീസ് ആർ ദി നൗൺ ക്ലോസസ്. Now we are jumping into or we are passing over to adjective clause or relative clause. Adjective clause or relative clause. Relative clause എന്ന് വിളിക്കാൻ കാരണം റിലേറ്റീവ് പ്രൊനൗൺസിൽ ആരംഭിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്ലോസുകൾ റിലേറ്റീവ് ക്ലോസുകളാകുന്നത്. Adjective clauses or relative clauses. An adjective clause does the work of an adjective in a complex or compound sentence. അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാം, അജക്റ്റീവ് ഇസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ നൗൺ ഓർ എ പ്രൊനൗൺ. ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ മോഡിഫൈ ചെയ്യുന്ന പദത്തിനാണ് നമ്മൾ അജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലേ? ആ അജക്റ്റീവ് അത് നമ്മുടെ ഹോം ക്ലാസ് വേർഡിൽ വരുന്നതാണ് ഈ അജക്റ്റീവ് എന്ന് പറയുന്നത്. അജക്റ്റീവ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ അജക്റ്റീവ് ക്ലോസ് ഡസ് ദി ഫങ്ഷൻ, ഡസ് ദി വർക്ക് ഓഫ് ആൻ അജക്റ്റീവ് ഇൻ എ കോംപ്ലക്സ് ഓർ കോമ്പൗണ്ട് സെൻറ്റൻസസ്. അതെന്താണ് നമുക്ക് പഠിക്കാം. കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണ്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണ്? ഇനി കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണ്? സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്നൊക്കെ പഠിക്കണം. നേരത്തെ ആയിരുന്നുവെങ്കിൽ കോമ്പൗണ്ടിനെ സിമ്പിളാക്കണം, കോംപ്ലക്സിനെ സിമ്പിളാക്കണം, അങ്ങനെ വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഏതിനെ? സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസിനെ തിരിച്ചറിഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. അപ്പോൾ നോക്കിയേ,
കോമ്പൗണ്ട് സെൻറ്റൻസിലും കോംപ്ലക്സ് സെൻറ്റൻസിലും ഒരു അജക്റ്റീവിൻ്റെ നാമവിശേഷണത്തിൻ്റെ ഫങ്ഷൻ നിർവഹിക്കുന്ന ക്ലോസാണ് അജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ റിലേറ്റീവ് പ്രൊനൗൺ. ആൻ അജക്റ്റീവ് ക്ലോസ് ബിഗിൻസ് ഓർ സ്റ്റാർട്ട്സ് ഓർ കമൻസസ് വിത്ത് എ റിലേറ്റീവ് പ്രൊനൗൺ വിച്ച്, ദാറ്റ്, ഹൂ, ഹും. ദീസ് ആർ ദ റിലേറ്റീവ് പ്രൊനൗൺസ്. വിച്ച്, ദാറ്റ്, വിച്ച് എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ കാണിക്കാം. ദാറ്റ് എന്ന് പറയുമ്പം തിങ്സിനെ കാണിക്കാം, വിച്ച് തിങ്സിനെ കാണിക്കാം. ദാറ്റ് എന്ന് പറയുമ്പം തിങ്സിനെ കാണിക്കാം, അതുപോലെ വ്യക്തികളെ കാണിക്കാം, ഹ്യൂമൻ ബീങ്സിനെ കാണിക്കാം. ഹൂ എന്ന് പറയുന്ന പേഴ്സൺസിനെ മാത്രം കാണിക്കും. ഹും എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺസിൻ്റെ ഒബ്ജക്റ്റീവ് കേസ്. ഹൂസ് എന്നുണ്ട്, ഹൂസ് പൊസസീവ് കേസിനെ, മനുഷ്യരുടെ പൊസസീവ് കേസിനെ കാണിക്കാനാണ് ഹൂസ് ഉപയോഗിക്കുന്നത്. ഓർ ദ റിലേറ്റീവ് ആഡ്വർബ്സ്. ദർ ആർ ദ റിലേറ്റീവ് ആഡ്വർബ്സ് വേർ, വെൻ, വൈ. റീസണെ കാണിക്കുമ്പോൾ വൈ എന്ന് പറയുന്ന റിലേറ്റീവ് ആഡ്വർബ് ഉപയോഗിക്കും. അതുപോലെ പ്ലേസിനെ കാണിക്കുമ്പോൾ എന്താണ്, പ്ലേസിനെ കാണിക്കുമ്പം വേർ എന്ന് പറയുന്ന റിലേറ്റീവ് ആഡ്വർബ് ഉപയോഗിക്കും. അതുപോലെ ടൈമിനെ കാണിക്കുമ്പോൾ വെൻ ഉപയോഗിക്കും. ഇതെല്ലാം റിലേറ്റീവ് ആഡ്വർബുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റിലേറ്റീവ് ആഡ്വർബുകളും റിലേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ദീസ് ക്ലോസസ് ആർ കോൾഡ് റിലേറ്റീവ് ക്ലോസ്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. That is why these clauses are called a relative clause. I look at some examples. Let us see some examples for our understanding. He liked the girl. He liked the girl who sang the prayer song. Who sang the prayer song. ഏതൊരു ഫിലിമിൽ പ്രിൻസ് എന്ന് പറയുന്ന സിനിമയിൽ നായിക ഒരു പ്രെയർ സോങ് പാടുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്നു അല്ലേ? ഈ സന്ദർഭത്തിൽ I remembered that. He liked the girl who sang the prayer song. He liked the girl, അതെന്താ പ്രിൻസിപ്പൽ ക്ലാസ്, അവൻ ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു. Who sang the prayer song. ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണിൽ ആരംഭിച്ചിരിക്കുന്ന ആ റിലേറ്റീവ് ക്ലാസ്സാണ്. ആ ഹൂ സാങ് ദി പ്രെയർ സോങ് എന്ന് പറയുന്ന ഗേൾ എന്ന് പറയുന്ന നൗണിനെയാണ് മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹൂ സാങ് ദി പ്രെയർ സോങ് എന്ത് ചെയ്യുന്നു, ഗേളിനെ വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ അജക്റ്റീവിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നു. അതുകൊണ്ട് ഹൂ സാങ് ദി പ്രെയർ സോങ് ആണ് അജക്റ്റീവ് ക്ലോസ്. അല്ലെങ്കിൽ വേറൊരു പേരെന്താ, വാട്ട് ഈസ് ഇറ്റ്സ് അനദർ നെയിം, റിലേറ്റീവ് ക്ലോസ്. അതാണ് എന്താ കാര്യം, ഇറ്റ് ക്വാളിഫൈസ് ദി നൗൺ ഗേൾ, സോ ഇറ്റ് ഈസ് കോൾഡ് അജക്റ്റീവ് ക്ലോസ്. ദി ബോയ് ദാറ്റ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹാസ് അറൈവ്ഡ്. ഇവിടെ ദി ബോയ് ഹാസ് അറൈവ്ഡ് എന്ന് പറയുന്ന പൂർണ്ണമായ സെൻസ് തരുന്ന പ്രിൻസിപ്പൽ ക്ലോസ് ഉണ്ട്. ദേ വരുന്നു ദാറ്റ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ, നീ കാത്തിരുന്ന കുട്ടി. ദാറ്റ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ, നീ കാത്തിരുന്നുകൊണ്ടിരുന്ന കുട്ടി. അപ്പോൾ ദാറ്റ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യാരെ ബോയ് എന്ന് പറയുന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് എന്താ അത് അജക്റ്റീവ് ക്ലാസ്സാണ്. അല്ലെങ്കിൽ എന്താ, ഹൂവിൽ ആരംഭിച്ചതുകൊണ്ട്, അല്ല ദാറ്റ്, ഇവിടെ ദാറ്റിൽ ആരംഭിച്ചതുകൊണ്ട് റിലേറ്റീവ് ക്ലോസാണ്. സോ ദാറ്റ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എന്ന് പറയുന്നത് ഏതാണ്, റിലേറ്റീവ് ക്ലാസ്സാണ് അല്ലെങ്കിൽ അജക്റ്റീവ് ക്ലാസ്സാണ്. നിഷ ഹൂ ഈസ് മൈ നെയ്ബർ ഈസ് ആൻ ആക്ട്രസ്. അപ്പോൾ അവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. നിഷ ഈസ് ആൻ ആക്ട്രസ്, രണ്ട് വാത് കിടക്കുന്നതേ ഉള്ളൂ. നിഷ ഈസ് ആൻ ആക്ട്രസ് അതെന്താണ്, അത് പ്രിൻസിപ്പൽ ക്ലാസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലാസ്. അതേസമയത്ത് ഹൂ ഈസ് മൈ നെയ്ബർ അത് സബോർഡിനേറ്റ് ക്ലാസ്. സബോർഡിനേറ്റ് ക്ലാസ് എന്താ ചെയ്യുന്നത്, എൻ്റെ അയൽവാസി എന്ന് പറയുന്നത് നിഷ എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ഹൂ ഈസ് മൈ നെയ്ബർ ആണ് അജക്റ്റീവ് ക്ലാസ്, അല്ലെങ്കിൽ ഹൂവിൽ ആരംഭിച്ചതുകൊണ്ട് റിലേറ്റീവ് ക്ലാസ് എന്ന് പറയാം. ദേ ഫിക്സ്ഡ് ദി ഡേറ്റ് which is convenient to all. They fixed the date which is convenient to all. ഡേറ്റ്, തീയതി, അതിനെ വിശേഷിപ്പിക്കുകയാണ് എല്ലാവർക്കും സൗകര്യപ്രദമായത്. ഏതാ, തീയതിയാണ്. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നു വിച്ച് ഈസ് കൺവീനിയൻറ്റ് ടു ഓൾ. അതുകൊണ്ട് വിച്ച് ഈസ് കൺവീനിയൻറ്റ് ടു ഓൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ആ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ആ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്താണ്, നൗൺ ക്ലാസ് ആണ് അല്ലെങ്കിൽ മറ്റേ പേര് നോമിനൽ ക്ലോസ് ആണ്. സോ ദീസ് ആർ സബോർഡിനേറ്റ് ക്ലോസസ്, നൗൺ ക്ലാസ് ആൻഡ് അജക്റ്റീവ് ക്ലാസസ്. നൗൺ ക്ലാസ്സും അജക്റ്റീവ് ക്ലാസസും ആയുള്ളൂ. ഇനി കിടക്കുന്ന ഒരെണ്ണം ഇതാണ് പ്രധാനപ്പെട്ടത്, ആഡ്വർബ് ക്ലോസ്. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആഡ്വർബ് ഈസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ വെർബ് ഓർ ആൻ അജക്റ്റീവ് ഓർ അനദർ ആഡ്വർബ്. ഒരു വെർബിനെയോ ഒരു അജക്റ്റീവ് നാമവിശേഷണത്തെയോ വേറൊരു ആഡ്വർബിനെയോ
മോഡിഫൈ ചെയ്യുന്ന വേർഡിനാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. ആഡ്വർബ് ക്ലോസ്. ആഡ്വർബ് ക്ലോസ്. എന്താ ഈ ആഡ്വർബ് ക്ലോസ്? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആഡ്വർബ് ക്ലോസ് ഇറ്റ് ഡസ് ദി ഫംഗ്ഷൻ, ഇറ്റ് ഡസ് ദി വർക്ക് ഓഫ് an adverb. An adverb clause does the work of an adverb in this sentence. An adverb clause does the work of an adverb in this sentence. It modifies a verb. ആഡ്വർബിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ആഡ്വർബ് ക്ലോസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് മോഡിഫൈസ് എ വെർബ് ഓർ ആൻ അഡ്ജക്റ്റീവ് ഓർ another adverb in the clause, in the main clause. മെയിൻ ക്ലാസ്സിൽ വരുന്ന വേർബിൻ്റെ മെയിൻ ക്ലാസ്സിൽ വരുന്ന വേർബിനെ അല്ലെങ്കിൽ മെയിൻ ക്ലാസ്സിൽ വരുന്ന അഡ്ജക്റ്റീവിനെ മെയിൻ ക്ലാസ്സിൽ വരുന്ന ആഡ്വർബിനെ ഈ ക്ലോസ് മോഡിഫൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ആഡ്വർബ് ക്ലോസ് എന്ന് പറയുന്നത്. ഐ സോ ജോ വെൻ ഐ വെൻറ്റ് ടു ദി സ്റ്റോർ. വെൻ ഐ വെൻറ്റ് ടു ദി സ്റ്റോർ. അപ്പോൾ അവിടെ നോക്കി വെൻ ഐ വെൻറ്റ് ടു ദി സ്റ്റോർ എന്ന് പറയുന്ന ആ ക്ലോസ്, ആ സബോർഡിനേറ്റ് ക്ലോസ്, ആ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഏതിനെ മോഡിഫൈ ചെയ്യുന്നത്? ഐ സോ ജോ. സോ കണ്ടു ഞാൻ ജോയെ കണ്ടു. എപ്പോഴാണ്? ഞാൻ സ്റ്റോറിലേക്ക് പോകുമ്പോൾ. അപ്പോൾ കണ്ടു എന്ന് പറയുന്ന വെർബിനെയാണ് വെൻ ഐ വെൻ ടു ദി സ്റ്റോർ എന്ന് പറയുന്ന ആ ക്ലോസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ത് ചെയ്യുന്നത്? ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്താണ്? ഇറ്റ് ഈസ് ആൻ ആഡ്വർബ് ക്ലോസ്. അൺഡൗട്ടഡ്ലി വി ക്യാൻ സേ, വിതൗട്ട് ദി ലീസ്റ്റ് ഡൗട്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് ആൻ ആഡ്വർബ് ക്ലോസ്. ദ മീറ്റിംഗ് ബിഗാൻ മച്ച് ബിഫോർ ഐ അറൈവ്ഡ്. ദ മീറ്റിംഗ് ബിഗാൻ ആരംഭിച്ചു മച്ച് ബിഫോർ ഐ അറൈവ്ഡ്, ഞാൻ വരുന്നതിന് വളരെ മുമ്പ്. അപ്പോൾ മച്ച് ബിഫോർ ഐ അറൈവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ബിഗാൻ ആരംഭിച്ചു. ബിഗാൻ എന്ന് പറയുന്ന മെയിൻ വെർബ് ആ പ്രിൻസിപ്പൽ ക്ലോസിലെ ആ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിലെ മെയിൻ വെർബായ ബിഗാനെയാണ് മോഡിഫൈ ചെയ്യുന്നത് മച്ച് ബിഫോർ ഐ അറൈവ്ഡ് എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ട് അതെന്താണ്? ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ആൻ ആഡ്വർബ് ക്ലോസ്. ഹരി കെയിം ടു മീറ്റ് മീ അറ്റ് ദി സ്റ്റേഷൻ as I was leaving for Chennai. Hari came to meet me at the railway station or the station. Hari came to meet me at the station as I was leaving for Chennai. came to meet to me. എന്നെ കാണാൻ വന്നു. മീറ്റ് എപ്പോഴാ? ആ മീറ്റിനെ ക്വാളിഫൈ ചെയ്യുന്ന ക്ലോസ് ഏതാണ്? ആസ് ഐ വാസ് ലീവിങ് ഫോർ ചെന്നൈ. ഞാൻ ചെന്നൈയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ആസ് ഐ വാസ് ലീവിങ് ഫോർ ചെന്നൈ എന്ന് പറയുന്ന ആ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ആ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അതെന്താണത്? അത് മീറ്റിനെ, മീറ്റ് എന്ന് പറയുന്ന മെയിൻ വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് an adverb. Going to see the main adverbial clauses and their adverbial clauses and their functions. ഇത് വ്യക്തമായിട്ട് ഒരു വീഡിയോയിൽ ആഡ്വർബ് ക്ലോസസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോസുകൾ, ഫ്രേസുകൾ, ക്ലോസുകൾ 3 വീഡിയോസുമായി വ്യക്തമായി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനെന്താ ചെയ്യുന്നത്? ഐ ആം ജസ്റ്റ് മോട്ടിവേറ്റിംഗ് യു. അത് പഠിക്കാനൊരു പ്രേരണ നൽകുക ചെയ്യുന്നത്. പുസ്തകത്തിലുള്ള കാര്യങ്ങൾ എക്സസൈസ് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറയും. നിങ്ങൾ ആ വീഡിയോസ് യു ഷുഡ് നെസസറിലി വാച്ച് ദോസ് വീഡിയോസ് ഓൺ ക്ലോസസ് ആൻഡ് ഫ്രേസസ്. തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ മെയിൻ ആഡ്വർബിയൽ ക്ലോസസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. നമ്പർ 1 ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം. ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം, ടൈമിനെ കാണിക്കുന്ന ആഡ്വർബ് അറിയാമല്ലോ. ദിസ് ക്ലോസ് ഡിനോട്ട്സ് when something happens by referring to the period. എന്തെങ്കിലും സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് കാണിക്കുന്നത്, എന്തെങ്കിലും എപ്പോൾ സംഭവിക്കുന്നു എന്ന് കാണിക്കുന്ന അതിനുള്ള ക്ലോസാണ് ഇത് ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം. ദ തീഫ് ബ്രോക്ക് ഇൻ. കള്ളൻ എന്ത് ചെയ്തു? വീട് മുറിച്ചു, വീട്ടിൽ കയറി. ദ തീഫ് ബ്രോക്ക് ഇൻ while he was watching TV in his living room. While he was watching TV in his living room. Living room. The thief broke in while he was watching TV in his living room. ഇവിടെ തീഫ് ബ്രോക്ക് ഇൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? വൈൽ ഹി വാസ് വാച്ചിങ് ടി വി ഇൻ ഹീസ് ലിവിങ് റൂം. വൈൽ ഹി വാസ് വാച്ചിങ് ടി വി ഇൻ ഹീസ് ലിവിങ് റൂം എന്ന് പറയുന്നത് അതെന്താണ്? അവൻ ലിവിങ് റൂമിൽ ഇരുന്ന് ടി വി കാണുമ്പോൾ എന്ന് പറയുന്ന ടൈമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ്? ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈമാണ്. ഓരോ എക്സാമ്പിളേ പറയുന്നുള്ളൂ, മറ്റേ വീഡിയോ നിങ്ങൾ കാണണം.
ദെൻ ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷൻ. കണ്ടീഷനെ കാണിക്കുന്ന ആഡ്വർബ് ക്ലോസ്, അതാണ് ഇഫ് ക്ലോസസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസസിനെ കുറിച്ച് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, ഇഫ് ക്ലോസസിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇഫ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ക്ലോസസ്, കണ്ടീഷനെ കാണിക്കുന്ന ക്ലോസ് ഇഫ്. ആ കണ്ടീഷൻ പാലിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മെയിൻ ക്ലോസ്. പലതരം കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഓപ്പൺ കണ്ടീഷൻ, അല്ലെങ്കിൽ ലൈക്ലി കണ്ടീഷൻ, അല്ലെങ്കിൽ പോസിബിൾ കണ്ടീഷൻ, അല്ലെങ്കിൽ പ്രോബബിൾ കണ്ടീഷൻ. അതിൽ ഇഫ് ക്ലോസ് ഏത് ടെൻസിലായിരിക്കും? പ്രസൻറ്റ് ടെൻസിലായിരിക്കും. മെയിൻ ക്ലാസ്സിൽ വെർബിൻ്റെ കൂടെ വില്ലോ, ഷാലോ, ക്യാനോ, മേ വേണം. മെയിൻ ക്ലാസ്സിൽ വെർബിൻ്റെ കൂടെ വില്ലോ, ഷാലോ, ക്യാനോ വേണം. ഇഫ് ഐ ഹാവ് മണി ഐ വിൽ ബൈ എ കാർ. ഇഫ് ഐ മീറ്റ് ഹിം ഐ വിൽ അഡ്വൈസ് ഹിം, അങ്ങനെയുള്ളത്. അതുപോലെ പിന്നെ പിന്നെ അടുത്തത് എന്താണ്? അൺലൈക്ലി കണ്ടീഷൻ. അൺലൈക്ലി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്രോബബിൾ കണ്ടീഷനാണ്, സാധ്യതയില്ലാത്തത്. അതിൽ ഇഫ് ക്ലോസ്, കണ്ടീഷനെ കാണിക്കുന്ന ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന മെയിൻ ക്ലോസിലെ വെർബിൻ്റെ കൂടെ വുഡോ, ഷുഡോ, മൈറ്റോ, കുഡോ വരണം. വുഡോ, ഷുഡോ, മൈറ്റോ, കുഡോ ഉപയോഗിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ക്ലാസ്സിലെ വെർബിനോടൊപ്പം. അതാണ് എന്തോന്ന്? ഇംപ്രോബബിൾ കണ്ടീഷൻ ഓർ അൺലൈക്ലി കണ്ടീഷൻ. പിന്നെ അൺറിയൽ കണ്ടീഷനുണ്ട്. അതിനു മുമ്പ് ഇമാജിനറി കണ്ടീഷൻ. ഇഫ് ഐ വേർ എ മില്യണിയർ ഐ വുഡ് ഹെൽപ്പ് ദി പുവർ. അതിൽ ഇഫ് ക്ലോസിൽ വെർബ് എല്ലായ്പ്പോഴും വേറായിരിക്കും. മെയിൻ ക്ലാസ്സിൽ വെർബിൻ്റെ കൂടെ വുഡ് കൂടെ ചേർക്കണം. ഏതിലാണ്? ഇഫ് ഐ വേർ യു ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദി പോസ്റ്റ്, അല്ലെങ്കിൽ ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദി ഇൻവിറ്റേഷൻ. ഇഫ് ഐ വേർ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഐ വുഡ് ഹാവ് ടേക്കൺ മെഷേഴ്സ്, ഐ വുഡ് ഹാവ് ഇംപ്ലിമെൻറ്റഡ് മെഷേഴ്സ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ഫ്രം അവർ കൺട്രി. പിന്നെ അതേപോലെ ഇംപ്രോബബിൾ കണ്ടീഷനുണ്ട്, അൺറിയൽ കണ്ടീഷൻ, ഒരിക്കലും സാധ്യതയില്ലാത്ത. അതിൽ ഇഫ് ക്ലോസ് എങ്ങനെയാണ്? ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. മെയിൻ ക്ലാസ്സിൽ എങ്ങനെ വരും? മെയിൻ ക്ലാസ് സബ്ജക്റ്റ് പ്ലസ് എങ്ങനെയാണ്? വിൽ ഹാവ്, സോറി വുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ്. വുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് PPO ദി വെർബ്. അങ്ങനെ വരും മെയിൻ ക്ലോസിൽ. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഇഫ് ക്ലോസുകൾ കാണുക. അതിന് എല്ലാം കണ്ടീഷനെ കാണിക്കുന്നതാണ്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു ആർ കമ്മിങ് ഐ വുഡ് ഹാവ് വെയിറ്റഡ് ഫോർ യു. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് വെൽ ഹി കുഡ് ഹാവ് പാസ്ഡ് ദി എക്സാമിനേഷൻ. അല്ലേ? ഇനി ഞാൻ പറഞ്ഞു ഈ പല ക്ലോസുകളും ഇഫില്ലാതെ റെപ്രസെൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ഇഫില്ലാതെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതിന് ഓക്സിലറീസിനെ എടുത്ത് ആദ്യം ഇട്ടാൽ മതി. അത് നിങ്ങൾ വീഡിയോ നോക്കി പഠിക്കരുത്. അല്ലെങ്കിൽ അപ്പോൾ അതാണ് എന്തോന്ന്? ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു വിൽ റീച്ച് ഓൺ ടൈം. അതേതാണ്? അതേത് കണ്ടീഷനാണ്? ലൈക്ലി കണ്ടീഷൻ. കാരണം ഇഫ് യു സ്റ്റാർട്ട് ഏർലി എന്ന് പറയുന്ന പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ മെയിൻ ക്ലാസ്സിൽ യു വിൽ റീച്ച് ഇൻ ടൈം. യു വിൽ റീച്ച് എന്ന് പറയുന്നത് റീച്ചിൻ്റെ കൂടെ വില്ല വന്നിരിക്കുന്നത്. അപ്പോൾ അത് വില്ല് വന്നിരിക്കുന്ന ഏതിലെ വരുന്നത്? ലൈക്ലി കണ്ടീഷനിലാണ്. അങ്ങനെ മനസ്സിലാക്കണം. ദെൻ ആഡ്വർബ് ക്ലോസ് ഓഫ് പ്ലേസ്. പ്ലേസിനെ കാണിക്കുന്ന ആഡ്വർബ് ക്ലോസ് അതെന്താ കാണിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ദി ലൊക്കേഷൻ ഓർ പൊസിഷൻ ഓഫ് സംതിങ്. ഇറ്റ് ഈസ് യൂസ് ടു ടോക്ക് അബൌട്ട് ദി ലൊക്കേഷൻ ഓർ ദി പൊസിഷൻ ഓഫ് സംതിങ്. wherever you settle down, wherever you may settle down, do not forget your roots. Wherever you settle down, നീ സെറ്റിൽ ചെയ്യുന്ന എവിടെ ആയാലും അതെന്താണ്? എവിടെ ആയാലും അതെന്താണ്? അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അത് എങ്ങനെയുള്ള ക്ലോസ്? സബോർഡിനേറ്റ് ക്ലോസ് ഓഫ് ഇറ്റ് വാസ് ആൻ ആഡ്വർബ് ക്ലോസ് ഓഫ് പ്ലേസ് ആണ്. ഡോണ്ട് ഫർഗറ്റ് യുവർ റൂട്ട്സ്. ഡോണ്ട് ഫർഗറ്റിൽ സബ്ജക്റ്റ് ഉണ്ട്, രണ്ടും ഒരേ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. യു ഡോണ്ട് ഫർഗറ്റ് ദി റൂട്ട്സ്. വേരുകൾ മറക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ നോക്കിയേ, ഇനി ആഡ്വർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്, കാരണത്തെ കാണിക്കുന്നത്. സോ ആഡ്വർബ് ക്ലോസ് ഓഫ് റീസൺ ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് റീസൺ ഫോർ സംതിങ്. ഏതെങ്കിലും ഒരു കാര്യത്തിനുള്ള റീസണെ കാണിക്കാനാണ് ആഡ്വർബ് ക്ലോസ് ഓഫ് റീസൺ ഉപയോഗിക്കുന്നത്. ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദി ഫംഗ്ഷൻ ബിക്കോസ് ഐ വാസ് ഇൽ. ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദി ഫംഗ്ഷൻ മെയിൻ ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ്, പൂർണ്ണമായ ആശയം തരുന്നുണ്ട്. ബിക്കോസ് ഐ വാസ് ഇൽ. ബിക്കോസ് ഐ വാസ് ഇൽ എന്ന് പറയുന്നത് അത് സബോർഡിനേറ്റ് ക്ലാസ് ആണ്, ആഡ്വർബ് ക്ലാസ് ആണ്. കൃത്യമായി പറഞ്ഞാൽ കാരണത്തെ കാണിക്കുന്നു ബിക്കോസ് വന്നതുകൊണ്ട്. ബിക്കോസ് ഐ വാസ് ഇൽ എന്ന് പറഞ്ഞാൽ ആഡ്വർബ് ക്ലാസ് ഓഫ് റീസൺ ആണ്. ഇനി ആഡ്വർബ് ക്ലാസ് ഓഫ് കൺസെഷൻ ഓർ സപ്പോസിഷൻ. അതിന് സാധാരണ ഓൾ ദോയും ദോയും ഒക്കെ ഉപയോഗിക്കുന്നത്. ദോ ഹി ഏൺസ് എ ലോട്ട്
he never helps anyone. Though he earns a lot, he never helps anyone. Although he ran fast, he couldn't catch the bus. ഇതൊക്കെ adverbial clause of concession. ഇനി adverbial clause of manner ഉണ്ട്. Manner എന്ന് പറയുമ്പോൾ എന്താണ്? Used to talk about someone's behavior. So manner, adverbial clause of manner is used to talk about someone's behavior or the way something is done. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിർവഹിക്കുന്ന രീതി അതിനെയാണ് ഉപയോഗിക്കുന്നത്. He always acts as if he knows everything. He always acts as if he knows everything. As if പോലെ എന്നാണ്. As if he knows everything. അപ്പോൾ as if he knows everything എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ രീതി, അവൻ്റെ ബിഹേവിയറിനെ കാണിക്കുന്നത്. അത് adverbial clause of manner അല്ലേ? പിന്നെ adverbial clause of comparison ഉണ്ട്. അതെന്തിനാണ് കാണിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു സെറ്റ് കമ്പാരിസൺസ്. കമ്പാരിസനെ കാണിക്കുന്ന ആസാസ്, സോആസ്, ആസ്, ഇതെല്ലാം കമ്പാരിസനെ കാണിക്കുന്നതാണ്. മറ്റേ വീഡിയോയിലെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പാരിസൺ എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റേറ്റ് കമ്പാരിസൺസ്. അങ്കിത ക്യാൻ സിങ് ബെറ്റർ ദാൻ ഹി സിസ്റ്റർ. ബെറ്റർ ദാൻ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്ന കമ്പാരിസൺ ആണല്ലോ അത്. അപ്പോൾ ദീസ് ആർ adverbial clause in the following sentences or in the sentences given below എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കട്ടെ. അപ്പം നമ്മൾ എന്താ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഇൻഡിപെൻഡൻ്റ് ക്ലോസ് അല്ല, പ്രിൻസിപ്പൽ ക്ലോസ് അല്ല, സബോർഡിനേറ്റ് ക്ലോസുകൾ. സബോർഡിനേറ്റ് ക്ലോസുകൾ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? നൗൺ ക്ലോസ് അല്ലെങ്കിൽ നോമിനൽ ക്ലോസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലാസ് ഉണ്ട്, adverbial clause ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നതോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതോ ആയ ഭാഗം ഏത് ക്ലോസാണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണോ? അത് അഡ്ജക്റ്റീവ് ക്ലാസ് ആണോ? adverbial clause ആണോ? നോമിനൽ ക്ലോസ് അല്ലെങ്കിൽ നൗൺ ക്ലാസ് ആണോ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. So number 1, the director is the person to whom you should write. The director is the person to whom you should write. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് to whom you should write എന്ന ഭാഗമാണ്. അപ്പോൾ ഡയറക്ടർ ഈസ് ദ പേഴ്സൺ, നിങ്ങൾ ഡയറക്ടർക്കാണ് കത്ത് എഴുതേണ്ടത്. അപ്പോൾ ഡയറക്ടറെ ക്വാളിഫൈ ചെയ്യുന്ന ഭാഗമല്ലേ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ആ സബോർഡിനേറ്റ് ക്ലാസ്? ഏത് ക്ലാസ്? ടു ഹും യു ഷുഡ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേതാ? ഡയറക്ടർ എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് അത് എങ്ങനെയുള്ള ക്ലോസ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്വാളിഫൈ ചെയ്യുന്നത്, നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത് adjective clause. Adjective clause. The researcher said that he had found the chemical compound. The researcher said that he had found the chemical compound. അപ്പോൾ അവിടെ ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നത് that he had found the chemical compound. ദാറ്റോ വിച്ചോ ഹുവോ ഹുമോ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് റിലേറ്റീവ് ക്ലാസ് ആണ്. റിലേറ്റീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, അതാണ് ഒരു അഡ്ജക്റ്റീവ് ക്ലാസ് ആണെന്ന് നിങ്ങൾക്കറിയാം. സോറി, അപ്പോൾ അവിടെ പിന്നെ ദാറ്റ് വരുമ്പോൾ കേസിൽ പിന്നെ നമ്മൾ നോക്കണം ഏതിനെ ക്വാളിഫൈ ചെയ്യുന്നത്. ദ റിസർച്ചർ സെഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് ദി കെമിക്കൽ കോമ്പൗണ്ട്. ആരാ പറഞ്ഞത്? റിസർച്ചറാണ്. ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് ദി കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആരെയെ ക്വാളിഫൈ ചെയ്യുന്ന? റിസർച്ചർ എന്ന് പറയുന്നത് നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നു. അപ്പം നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോമിനൽ ക്ലോസ് അല്ലെങ്കിൽ നൗൺ ക്ലോസ്. അനദർ വൺ, ദി ജഡ്ജ് ഓഫേഡ് whoever told the truth a reduced sentence. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ whoever told a truth. Whoever told a truth. The judge offered. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം a reduced sentence ആണ്, അത് പ്രിൻസിപ്പൽ ക്ലാസ്. അപ്പോൾ whoever told the truth അത് ജഡ്ജല്ലേ ഓഫർ ചെയ്തത്? ജഡ്ജിനെ ക്വാളിഫൈ ചെയ്യുന്നതല്ലേ? ജഡ്ജ് പറഞ്ഞ കാര്യമില്ലേ? അതുകൊണ്ട് അതെന്താണ്? whoever told a truth is nothing but a nominal clause or a noun clause. It is unfortunate that Geeta did not qualify the exam. It is unfortunate that Geeta did not qualify the exam. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്ന പ്രൊനൗണിനെ ക്വാളിഫൈ ചെയ്യുകയാണ്. ദാറ്റ് ഗീത ഡിഡ് നോട്ട് ക്വാളിഫൈ ദി എക്സാം. ഇറ്റ് എന്ന് പറയുന്ന തേർഡ് പേഴ്സണിലെ പ്രൊനൗൺ ആണല്ലോ. അപ്പോൾ ഇറ്റിനെ ക്വാളിഫൈ ചെയ്യുന്നു ഏത് പാർട്ട്? ഏത് സബോർഡിനേറ്റ് ക്ലോസ്? ഗീത ഡിഡ് നോട്ട് ക്വാളിഫൈ ദി എക്സാം. അതുകൊണ്ട് അതെന്താണ്? ഇറ്റ് എന്ന് പറയുന്ന പ്രൊനൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത്, നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതെല്ലാം
അപ്പോൾ അതെങ്ങനെയുള്ള ക്ലോസാണ്? നോമിനൽ ക്ലോസ്. It is unfortunate that Geeta did not qualify the exam. Marina did not make the same mistake that her sister did. Marina did not make the same mistake. നമുക്കിവിടെ ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് that her sister did ആണ്. That her sister did. അപ്പോൾ that her sister did എന്ന് പറയുന്നത് ആ that ആരെ വിശേഷിപ്പിക്കുന്നത്? മറീനെ വിശേഷിപ്പിക്കുന്നു. മറീന എന്ന് പറയുന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുകയാണ്. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത് അവിടെ ഇതാണ് റിലേറ്റീവ് ക്ലോസ് ആവുന്നിരിക്കുന്നത്. ഏത്? ദാറ്റ് ഹെയർ സിസ്റ്റർ ഡിഡ് എന്ന് പറയുന്ന റിലേറ്റീവ് ക്ലോസ്. ആ റിലേറ്റീവ് ക്ലോസ് ഏതാ? റിലേറ്റീവ് ക്ലോസ് വേറൊന്നുമല്ല, അജക്റ്റീവ് ക്ലോസ് ആണല്ലോ. ആ സബോർഡിനേറ്റ് ക്ലോസ് അജക്റ്റീവ് ക്ലോസ് ആണ്. The jury believed that the accused man was guilty. That the accused man was guilty എന്ന് പറയുന്നത് ജൂറിയാണ് വിശ്വസിക്കുന്നത്. ജൂറി മീൻസ് എ പാനൽ ഓഫ് ജഡ്ജസ്. The jury believed. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം ദാറ്റ് ദി അക്യൂസ്ഡ് മാൻ വാസ് ഗിൽറ്റി. അതേതാണ്? അജക്റ്റീവ് ക്ലാസ്. ആരെ വിശ്വസിച്ച? ജൂറിയല്ലേ വിശേഷിപ്പിക്കുന്നത്, നൗണിനല്ലേ വിശേഷിപ്പിക്കുന്നത്. അത് അജക്റ്റീവ് ക്ലാസ്. Another one, if you want the minister to inaugurate the function, if you want the minister to inaugurate the function, you must plan early. ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇഫ് യു വാണ്ട് ദി മിനിസ്റ്റർ ടു ഇനാഗുറേറ്റ് ദി ഫംഗ്ഷൻ. ഇഫ് ക്ലോസ് ആണല്ലോ. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയുള്ള ക്ലോസ്? കണ്ടീഷണൽ ക്ലോസ്. ഇഫോ അൺലെസ്സോ വരികയാണെന്നുണ്ടെങ്കിൽ വേറൊന്നും ആലോചിക്കാനില്ല. അൺലെസ് എന്ന് പറഞ്ഞാൽ ഇഫിൻ്റെ നെഗറ്റീവാണ്. ഇഫ് നോട്ടാണ് അൺലെസ്. അത് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കാനില്ല. അത് കണ്ടീഷണൽ ക്ലോസ് ആണ്. അപ്പോൾ ഇഫ് യു വാണ്ട് ദി മിനിസ്റ്റർ ടു ഇനാഗുറേറ്റ് ദി ഫംഗ്ഷൻ എന്നുള്ളത് ഏതാ? കണ്ടീഷണൽ ക്ലോസ് ആണ്. ഐ നോ ദി സ്റ്റുഡൻറ്റ് ഹൂ സ്റ്റുഡ് ഫസ്റ്റ്. ഹൂ സ്റ്റുഡ് ഫസ്റ്റ്. ഹൂ സ്റ്റുഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിനെ എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നൗണിനെ ക്വാളിഫൈ ചെയ്തിരിക്കുക. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത്. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത് അജക്റ്റീവ് ക്ലോസ് അല്ലേ? വെർബിനെ ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ ആഡ്വർബ് ക്ലോസ്. അജക്റ്റീവ് ക്ലോസ് അല്ലേ അത്? ബിഫോർ ഐ ലീവ് ഫോർ ലണ്ടൻ. ഞാൻ ലണ്ടനിൽ പോകുന്നതിന് മുമ്പ്. അത്രയാണ് അണ്ടർലൈനിൽ കൊടുത്തിരിക്കുന്നത്. ബിഫോർ ഐ ലീവ് ഫോർ ലണ്ടൻ ഐ വാണ്ട് ടു മീറ്റ് യു. ബിഫോർ ഐ ലീവ് ഫോർ ലണ്ടൻ ഐ വാണ്ട് ടു മീറ്റ് യു. മീറ്റ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് ഐ വാണ്ട് ടു മീറ്റ് യു എന്ന് പറയുന്ന മെയിൻ ക്ലോസിലെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസിലെ വാണ്ട്, മീറ്റ് അല്ല വാണ്ട്. വാണ്ട് എന്ന് പറയുന്ന ഫൈനൈറ്റ് വെർബിനെ വിശേഷിപ്പിക്കുന്ന ഏതാണ്? ബിഫോർ ഐ ലീവ് ഫോർ ലണ്ടൻ. അതുകൊണ്ട് ബിഫോർ ഐ ലീവ് ഫോർ ലണ്ടൻ എന്ന് പറയുന്നത് എന്താണ്? വെർബിനെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട് ആഡ്വർബ് ക്ലോസ്. ഇറ്റ് ഈസ് ആൻ ആഡ്വർബ് ക്ലോസ്. Another one, she could not believe that I was speaking the truth. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് that I was speaking the truth. അത് ഏതിനെ വിശേഷിപ്പിക്കുന്നത്? ബിലീവ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നു. ബിലീവ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നത് ഏതാണ്? വെർബിനെ അല്ലെങ്കിൽ അജക്റ്റീവിനെ അല്ലെങ്കിൽ വേറെ ആഡ്വർബിനെ വിശേഷിപ്പിക്കുന്നത് ആഡ്വർബും ആഡ്വർബ് ക്ലോസും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബിലീവ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്ന that I was speaking the truth ഏതാ? ആഡ്വർബ് ക്ലാസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻറ്റൻസസ് ആണ്. ഈ ക്ലോസുകൾ പഠിച്ചെങ്കിൽ മാത്രമേ, അതായത് പ്രിൻസിപ്പൽ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം, സബോർഡിനേറ്റ് ക്ലാസ്സുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്ന നാലാമതൊരു വിഭാഗം. അപ്പോൾ നേരത്തെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് തന്നിട്ട് ഹി വാസ് ഇൽ ബട്ട് ഹി അറ്റൻഡഡ് ദി ഫങ്ഷൻ, അതിന് രണ്ടിനെയും കൂടെ ഈ രണ്ട് കോമ്പൗണ്ട് സെൻറ്റൻസുകളെ ബട്ടെന്ന് പറയുന്ന കോർഡിനേറ്റ് കൺജങ്ഷൻ ഉപയോഗിച്ച് യോജിപ്പിച്ചിരിക്കുന്ന ഹി വാസ് ഇൽ ബട്ട് ഹി അറ്റൻഡഡ് ദി ഫങ്ഷൻ എന്നുള്ള ഈ രണ്ട് സെൻറ്റൻസുകളെയും കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യണം? അതിനെ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറയുമായിരുന്നു. അപ്പം നമ്മളെന്ത് ചെയ്യും? ആദ്യത്തെ ക്ലോസിലെ ആശയത്തെ ഒരു നൗണാക്കി അങ്ങ് മാറ്റും. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ്. അവിടെ അന്നേരം വെർബില്ല, ഫൈനൈറ്റ് വെർബില്ലല്ലോ. ഒരു ക്ലോസിൽ തീർച്ചയായിട്ടും ഒരു ഫൈനൈറ്റ് വെർബ് ഉണ്ടാവും എന്നുള്ളതല്ലേ എൻ്റെ ഫീച്ചർ. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ് ഹി അറ്റൻഡഡ് ദി മീറ്റിംഗ് ആവുന്നത്. ഇപ്പം അങ്ങനെയുള്ള ചോദ്യം പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. ഇപ്പം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ലളിതമാക്കിയിരിക്കുക. ഗ്രാമർ ഹാസ് ബിക്കം മച്ച് ഈസിയർ ദാൻ
the previous ones we studied in our previous years. അപ്പം നേരത്തെ പഠിച്ചതുപോലെ അത്ര ഡിഫിക്കൽട്ട് അല്ലത്. ഐഡൻറ്റിഫൈ ചെയ്താൽ മതി ഏതാണ്, അത് സിമ്പിളാണോ കോംപ്ലക്സ് സെൻറ്റൻസ് ആണോ. അത് ഈ ക്ലോസുകളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി മതി. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ, ഇൻഡിപെൻഡൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലാസ് അല്ലെങ്കിൽ മെയിൻ ക്ലാസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് ക്ലാസ് എന്ന് പറയുന്ന ഏതായാലും മനസ്സിലായല്ലോ. അതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലാസ് ഏതാണെന്ന് മനസ്സിലായല്ലോ. പൂർണ്ണമായ സെൻസ് തരാത്തതല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനൊക്കെ ഉപയോഗിക്കുന്ന സബോർഡിനേറ്റിംഗ് കൺജക്ഷൻസും ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഇൻഡിപെൻഡൻറ്റ് ക്ലാസ്സിൽ പ്രധാനമായിട്ടും കമ്പൈൻ ചെയ്യുന്നതും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. So first of all, we are taking into account or consideration simple sentence. So simple sentence is a sentence which has only one main clause, one independent clause. Simple sentence has only one main or principal or independent clause. That is what is simple sentence. And the subject may be one subject or compound subjects. ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലാസ് മെയിൻ ക്ലാസ് ഒരെണ്ണമെന്നെങ്കിലല്ലേ കംപ്ലീറ്റ് സെൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു മെയിൻ ക്ലാസ് മാത്രമുള്ളതാണ് സിമ്പിൾ സെൻറ്റൻസ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് വരാം, അല്ലെങ്കിൽ പല സബ്ജക്റ്റുകൾ ചേരുന്ന കോമ്പൗണ്ട് സബ്ജക്ട്സ് വരാം, ഒന്നിലധികം സബ്ജക്റ്റുകൾ ചേർന്ന് വരാം. ബട്ട് ദർ വിൽ ബി ഓൺലി വൺ ഫൈനൈറ്റ് വെർബ്. ഇൻ എ സിമ്പിൾ സെൻറ്റൻസ് ദർ വിൽ ബി വൺ ഫൈനൈറ്റ് വെർബ്. ഒരു മെയിൻ വെർബ് മാത്രമേ കാണത്തുള്ളൂ. അത് ഓർമ്മയെ സൂക്ഷിക്കണം. ഒരു മെയിൻ വെർബ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ കാണത്തുള്ളൂ, ഒരു മെയിൻ വെർബ് മാത്രമേ കാണത്തുള്ളൂ. സബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ ഒരു സബ്ജക്ട്സോ അല്ലെങ്കിൽ കോമ്പൗണ്ട് സബ്ജക്ട്സോ വരാം. ദ മിസ്സിംഗ് ചൈൽഡ് വാസ് ലൊക്കേറ്റഡ് നിയർ ദി റെയിൽവേ സ്റ്റേഷൻ. വാസ് ലൊക്കേറ്റഡ് പാസീവ് വോയിസ് ആണ്. വാസ് ലൊക്കേറ്റഡ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. ഒരു മെയിൻ വെർബേ ഉള്ളൂ, ഒരൊറ്റ ക്ലോസേ ഉള്ളൂ. ദി മിസ്സിംഗ് ചൈൽഡ് വാസ് ലൊക്കേറ്റഡ് നിയർ ദി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ ഉള്ളൂ. ഇത് സിമ്പിൾ സെൻറ്റൻസ്. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ഹാഡ് പ്ലാൻഡ് എ ട്രിപ്പ് ലാസ്റ്റ് ഇയർ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ഹാഡ് പ്ലാൻഡ് എ ട്രിപ്പ് ലാസ്റ്റ് ഇയർ. ഇവിടെ കോമ്പൗണ്ട് സബ്ജക്റ്റാണ്. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് സബ്ജക്ട്സ് ആണ്. പക്ഷേ വേർബ് ഹാഡ് പ്ലാൻഡ് എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ വേർബാണ് വന്നിരിക്കുന്നത്. ഹാഡ് പ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വേർബേ ഉള്ളൂ. എ ട്രിപ്പ് ടു ദി ട്രിപ്പ് ലാസ്റ്റ് ഇയർ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ഹാഡ് പ്ലാൻഡ് എ ട്രിപ്പ് ലാസ്റ്റ് ഇയർ. അപ്പം ഇതെങ്ങനെ ഒരൊറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, ഒരൊറ്റ ക്ലോസേ ഉള്ളൂ. അത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഇത് സിമ്പിൾ സെൻറ്റൻസ്. ഡെസ്പൈറ്റ് ഹിസ് ഇൽനെസ് ഗോപാൽ ഈസ് ഓൾവേസ് ചിയർഫുൾ. ഇവിടെ നോക്കിയേ, ഒരൊറ്റ ക്ലോസ്. ഡെസ്പൈറ്റ് ഹിസ് ഇൽനെസ് ഗോപാൽ ഈസ് ഓൾവേസ് ചിയർഫുൾ. രോഗിയാണെന്നുണ്ടെങ്കിൽ, മാരക രോഗി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചിയർഫുള്ളാണ് ഗോപാൽ. അവിടെ ഒരൊറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ള ചെറിയ വെർബ് ഈസ്, ആകുന്നു എന്നുള്ള ഈസ് ആ സ്റ്റേറ്റിനെ കാണിക്കുന്ന ഈസ്. ഒരൊറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ. അത് സിമ്പിൾ സെൻറ്റൻസ്. ഷീ ഹാസ് വൺ എ സ്കോളർഷിപ്പ്. ഹാസ് വൺ എന്ന് പറയുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ വെർബ്. ഹാസ് വൺ ഒരൊറ്റ ഫൈനൈറ്റ് വെർബ് ഉണ്ട്, ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലോസേ ഉള്ളൂ. ഇപ്രകാരമുള്ളതാണ് സിമ്പിൾ സെൻറ്റൻസുകൾ. എന്താണ് മനസ്സിലാക്കാൻ? ഐ ആം ടെല്ലിങ്, ഒരു ഫൈനൈറ്റ് വെർബ് മാത്രം, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രം, സബ്ജക്ട്സ് വൺ സബ്ജക്റ്റോ കോമ്പൗണ്ട് സബ്ജക്ട്സോ ഒക്കെ ആകാം. ഇനി now let us see compound sentence. What is a compound sentence? If a sentence has two or more independent clauses. If a sentence has two or more independent clauses, it is called a compound sentence. രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ മാത്രം വരുന്നത്, രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ മാത്രം വരുന്നതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇറ്റ് ഹാസ് ക്ലോസസ് കമ്പൈൻഡ് ബൈ പ്രധാനമായിട്ടുള്ള 3 ആൻഡും ബട്ടും ഓറും, പിന്നെ either ഓറും നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാം. അതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. തുല്യ പ്രാധാന്യമുള്ള 2 ക്ലോസുകൾ, രണ്ടും എങ്ങനെയുള്ള ക്ലോസുകളാണ് വരുന്നത്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ് വരുന്നത്. രണ്ടും മെയിൻ ക്ലോസുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസുകളാണ് വരുന്നത്. അല്ല, രണ്ടിലേറെ വന്നാലും പ്രിൻസിപ്പൽ ക്ലോസുകളായിരിക്കും. അതിനെ കമ്പൈൻ ചെയ്യാൻ ആൻഡോ ബട്ടോ ഓറോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കംപ്ലീറ്റ് സെൻസ് തരുന്ന ഒരു ക്ലോസ് ആണല്ലോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അത് മാത്രമുള്ളത്, എത്ര എണ്ണമെങ്കിലും ഉള്ളത്, അതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ജയന്ത് വർക്ക്സ് ഇൻ മുംബൈ. ജയന്ത് മുംബൈ ജോലി ചെയ്യുന്ന ഒരൊറ്റ അത് ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, കംപ്ലീറ്റ് സെൻസ് നൽകുന്നുണ്ടല്ലോ. ആൻഡ്
ആൻഡ് കാണുമ്പോഴേ അറിയാൻ കോമ്പൗണ്ടാണ്. ഹിസ് സിസ്റ്റർ മാനേജസ് ദി ഫാമിലി ബിസിനസ്. ഹിസ് സിസ്റ്റർ ഉമ മാനേജസ് ദി ഫാമിലി ബിസിനസ്. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത് സഹോദരി ഉമയാണ്. സഹോദരി ഉമ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. രണ്ടും തുല്യ പ്രാധാന്യമുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ്. ആ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നു. ഒരു സംശയമില്ലാതെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് സെൻറ്റൻസ്. Rehan likes it but hates to cook. അവിടെ നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ ഒരേ സബ്ജക്റ്റ് ആയതുകൊണ്ട് രണ്ടാമത്തെ ക്ലോസിൽ ആദ്യം സബ്ജക്റ്റിനെ നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കുക. Rehan likes to eat but hates to cook എന്ന് പറഞ്ഞാൽ ബട്ട് ഷീ വരേണ്ടതാണല്ലോ. ഷീ hates to cook എന്ന് വരേണ്ടതായിരുന്നു. നമ്മൾ ഷീ അതെന്താ രണ്ടും ഒരേ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒഴിവാക്കിയതുള്ളൂ. ദി കോമൺ സബ്ജക്റ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദി ഫസ്റ്റ് ക്ലോസ്. ഇത് രണ്ടും തുല്യ പ്രാധാന്യമുള്ള Rehan likes to eatഉം ഷീ hates to cook എന്ന് പറയുന്നതും തുല്യ പ്രാധാന്യമുള്ള രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളല്ലേ. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഏത് കൺജക്ഷൻ, ഏത് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉപയോഗിച്ചാണ്? ബട്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് ഫുൾ സെൻസ്, ഫുൾ മീനിങ് നൽകുന്ന ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയുള്ള സെൻറ്റൻസാണ്? കോമ്പൗണ്ട് സെൻറ്റൻസാണ്. ഫ്രെഡ് വിൽ എയ്തർ റിസൈൻ ഫ്രം ഹിസ് പൊസിഷൻ ഓർ അപ്പോളജൈസ് ഹിസ് മിസ്കോണ്ടക്ട്. ഇപ്പോൾ രണ്ട് ക്ലോസുകൾ, ഫ്രെഡ് വിൽ റിസൈൻ ഫ്രം ഹിസ് പൊസിഷൻ, ഫ്രെഡ് വിൽ അപ്പോളജൈസ് ഫോർ ഹിസ്, അല്ലെങ്കിൽ ഹി വിൽ അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്കോണ്ടക്റ്റിനെ നമ്മൾ എയ്തർ ഓർ ഒന്ന് ഉപയോഗിച്ച് അത് എയ്തർ ഓർ ഉപയോഗിച്ച് നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ്. ഫുൾ സെൻറ്റൻസ് റിസൈൻ ചെയ്യും അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റിൽ അപ്പോളജൈസ് ചെയ്യും, ക്ഷമയായിരിക്കും എന്ന് പറയുന്നത് എന്താണ്? മാപ്പപേക്ഷിക്കും എന്ന് പറയുന്നത് രണ്ടും എന്താണ്? ഫുൾ സെൻസ് നൽകുന്നതാണ്. അതിനെ നമ്മൾ എയ്തർ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രെഡ് വിൽ എയ്തർ റിസൈൻ ഫ്രം ഹിസ് പൊസിഷൻ ഓർ അപ്പോളജൈസ് ഫോർ ഹിസ് മിസ്കോണ്ടക്ട്. അത് രണ്ടും തുല്യ പ്രാധാന്യമുള്ള ഫുൾ മീനിങ് നൽകുന്ന ക്ലോസുകളാണ്. അതുകൊണ്ട് ഇതെങ്ങനെയുള്ള സെൻറ്റൻസ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് രണ്ടെണ്ണം വന്നിരിക്കുന്നു. അതുകൊണ്ട് കോമ്പൗണ്ട് സെൻറ്റൻസ് അല്ലേ. ദിസ് ഈസ് നത്തിങ് ബട്ട് കോമ്പൗണ്ട് സെൻറ്റൻസ്. ടോണി വെന്റ് അപ്പ് ടു ദി പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ഫുൾ സെൻസ് അവിടെ ഉണ്ടാകുന്നു. ആൻഡ് ബോട്ട് സം സ്റ്റാമ്പ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഹീ ബോട്ട് സം സ്റ്റാമ്പ്സ് ഒരേ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റിനെ ഒഴിവാക്കിയെന്നുള്ളൂ. ആൻഡ് ബോട്ട് സം സ്റ്റാമ്പ്സ് അതിൻ്റെ ഫുൾ സെൻസ് എന്ന് പറഞ്ഞാൽ ഹീ ബോട്ട് സം സ്റ്റാമ്പ്സ് അല്ലെങ്കിൽ ടോണി ബോട്ട് സം സ്റ്റാമ്പ്സ് എന്നാണ്. സ്റ്റാമ്പ്സ്. അപ്പോൾ അതെന്താ? ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്ന അതിൽ ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളല്ലേ. അപ്പം ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ വരുന്നത് കോമ്പൗണ്ട് അല്ലേ. ഇതും കോമ്പൗണ്ട് അല്ലേ. ഹീ ഈസ് നോട്ട് ഓൺലി ലേസി ബട്ട് ഓൾസോ ഇൻഡിഫറൻറ്റ്. അപ്പോൾ ഹീ ഈസ് ലേസി, ഹീ ഈസ് ഇൻഡിഫറൻറ്റ്, ഈ രണ്ട് ക്ലോസുകളെ നമ്മൾ യോജിപ്പിച്ചു നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച്. അപ്പോൾ ഹീ ഈസ് നോട്ട് ഓൺലി ലേസി ബട്ട് ഓൾസോ, പിന്നെ ഹീ ഈസ് ഇൻഡിഫറൻറ്റ് എന്ന് വേണ്ടല്ലോ. അതുകൊണ്ട് സബ്ജക്റ്റ് കോമൺ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഉപയോഗിച്ചതേ ഉള്ളൂ. ഇൻഡിഫറൻറ്റ്. ഹീ ഈസ് നോട്ട് ഓൺലി ലേസി ബട്ട് ഓൾസോ ഇൻഡിഫറൻറ്റ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് രണ്ടും പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ. അത് എങ്ങനെയുള്ള സെൻറ്റൻസ്? കോമ്പൗണ്ട്. ഇനി now let us see complex sentence. കോംപ്ലക്സ് സെൻറ്റൻസ് ഒന്ന് നോക്കാം. കോംപ്ലക്സ് സെൻറ്റൻസ്, വാട്ട് ഈസ് ഇറ്റ്? എ സെൻറ്റൻസ് which has one main class. A sentence which has one principal class, one independent class അല്ലെങ്കിൽ one coordinate class. ഒരു മെയിൻ ക്ലാസ് വേണം. ഒരു മെയിൻ ക്ലാസ് വേണം. അതേ സമയത്ത് എന്താണ്? one or more subordinate clauses. It may have one or more subordinate clauses. Subordinate class ഒരെണ്ണമെങ്കിലും വേണം, പേരിന് ഒരെണ്ണമെങ്കിലും വേണം, ഒന്നിലേറെയും ആകാം. ഒരു മെയിൻ ക്ലാസ് മാത്രമുള്ളത്, ഒരൊറ്റ മെയിൻ ക്ലാസ് മാത്രമുള്ളത്. സബോർഡിനേറ്റ് ക്ലോസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നിലേറെ വരാവുന്നതാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. എ കോംപ്ലക്സ് സെൻറ്റൻസ് ഈസ് a sentence which has one main clause and one or more subordinate clauses are called complex sentences. It has clauses combined by the subordinating conjunctions like before, that, because, since, as, etc. like etc. സാമ്യത്തെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കണം. ഇതാണ്
കോംപ്ലക്സ്, കോമ്പൗണ്ട് എന്ന് പറയുമ്പം പ്രിൻസിപ്പൽ ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലാസ്സുകൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലാസ് മാത്രമേ ഉള്ളൂ. കോംപ്ലക്സിലെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലാസ്, ഒരൊറ്റ മെയിൻ ക്ലാസ്. പിന്നെ സബോർഡിനേറ്റ് ക്ലാസ് ഒരെണ്ണമെങ്കിലും വേണം, ഒന്നിലേറെയും ആകാം. എക്സാമ്പിൾ പ്ലീസ്. Though his father wanted to become a doctor, Tarun took up engineering. Though his father wanted to become a doctor, Tarun took up engineering. Tarun took up engineering principal class. ദോയിൽ ആരംഭിക്കുന്ന ആ ക്ലോസ് അത് ഏതാണ്? ദോയിൽ ആരംഭിക്കുന്നത് സബോർഡിനേറ്റ് ക്ലാസ് ആണല്ലോ. കൃത്യമായിട്ട് പറഞ്ഞാൽ ആഡ്വർബ് ക്ലാസ് ഓഫ് കൺസെഷൻ അല്ലേ? അതൊന്നും ഇപ്പം കൺഫ്യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇതിൽ ഒരു പ്രിൻസിപ്പൽ ക്ലാസ് കൊണ്ട് ഒരൊറ്റ സബോർഡിനേറ്റ് ക്ലാസ് കൊണ്ട് കോംപ്ലക്സ് അല്ലേ അത്. സമീറ ട്രൈഡ് റിയലി ഹാർഡ് ടു വിൻ ദി റേസ് ബട്ട് ഷീ ബിക്കെയിം ടയേർഡ് ടുവേഴ്സ് ദി എൻഡ്. അപ്പോൾ സമീറ ട്രൈഡ് റിയലി ടു വിൻ ദി റേസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്ലാസ്. ബട്ട് ഷീ ബിക്കെയിം ടയേർഡ് ടുവേഴ്സ് ദി എൻഡ്. അത് പിന്നെ സബോർഡിനേറ്റ് ക്ലാസ്. ദി ബസ് ലെഫ്റ്റ് അത് പ്രിൻസിപ്പൽ ക്ലാസ്. ബിഫോർ ഹീ കുഡ് റീച്ച് ദി സ്റ്റേഷൻ എന്ന് പറയുന്നത് അതെന്താണ്? ബിഫോർ ഹീ കുഡ് റീച്ച് ദി സ്റ്റേഷൻ അത് സബോർഡിനേറ്റ് ക്ലാസ് അല്ലേ? ഫുൾ മീനിങ് ഇല്ലല്ലോ, ഫുൾ സെൻസ് ഇല്ലല്ലോ. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ക്ലാസ്സും ഒരു സബോർഡിനേറ്റ് ക്ലാസ്സും അത് കോംപ്ലക്സ്. ദിസ് ഈസ് ദ ഡ്രസ് that is available on the online store. This is the dress that is available on the online store. This is the dress എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്ലാസ്. ദാറ്റ് ഈസ് അവൈലബിൾ ഓൺ ദി ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലാസ്. ഒരു പ്രിൻസിപ്പൽ ക്ലാസ്സും ഒരു സബോർഡിനേറ്റും. കോംപ്ലക്സ് സെൻറ്റൻസ്. ഹി ഈസ് ആബ്സെൻറ്റ് ബിക്കോസ് ഹി ഈസ് ഇൽ. ഹി ഈസ് ആബ്സെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സെൻസ് നൽകുന്ന പ്രിൻസിപ്പൽ ക്ലാസ്. ബിക്കോസ് ഹി ഈസ് ഇല്ലെന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലാസ്. ഒരു പ്രിൻസിപ്പലും ഒരു സബോർഡിനേറ്റും. അതെങ്ങനെയുള്ളത്? കോംപ്ലക്സ്. ഇനി വേറൊരു ടൈപ്പ് സെൻറ്റൻസ് കൂടിയുണ്ട്. ഏതാണ്? കോമ്പൗണ്ട് കോംപ്ലക്സ്. അത് ഒത്തിരി നീളമുള്ള എൻലാർജ്ഡ് സെൻറ്റൻസാണ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്. അതിൽ കുറഞ്ഞതുണ്ടല്ലോ 2 പ്രിൻസിപ്പൽ ക്ലോസ് എങ്കിലും വേണം. കോംപ്ലക്സ് സെൻറ്റൻസ് ഒന്നോ അതിലധികമാകാം, എത്രയെങ്കിലും ആകാം. ഇപ്പോൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഈസ് എ സെൻറ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് Compound complex sentence is a sentence which contains 2 main clauses. 2 main clauses ഉണ്ടാകും and 1 or more subordinate clauses. ഒന്നോ അതിലധികം ഒരു സബോർഡിനേറ്റ് ക്ലാസ് എങ്കിലും വേണം. 2 മെയിൻ ക്ലാസ് എന്തായാലും വേണം. 2 പ്രിൻസിപ്പൽ ക്ലാസ് വേണം. ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും വരുന്നതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. കോമ്പൗണ്ട് കോംപ്ലക്സ് മിശ്രിതമാണ് രണ്ടിൻ്റെയും കൂടെ. കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. My house is sold, principal class, and needs to be renovated. It needs to be renovated. എൻ്റെ ഒരു സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അതും എന്താണ്? മെയിൻ ക്ലോസ്. ബട്ട് ദി കോസ്റ്റ് ഈസ് അൺഅഫോർഡബിൾ. ചിലവെന്ന് പറയുന്നത് അൺഅഫോർഡബിൾ ആണ്. ബട്ട് ദി കോസ്റ്റ് ഈസ് അൺഅഫോർഡബിൾ എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് ക്ലാസ്. ഇപ്പോൾ 2 പ്രിൻസിപ്പൽ ക്ലോസുകളും വന്നു, ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നു. അതുകൊണ്ട് ഇത് കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ലേ? Though Aditya was experienced, the company rejected him. Other principal class and chose Farhan as the project leader. Other independent class. Though Aditya was experienced, ഒരു സബോർഡിനേറ്റ് ക്ലാസ്. അപ്പോൾ 2 പ്രിൻസിപ്പൽ ക്ലാസ്സുകളും ഒരു സബോർഡിനേറ്റ് ക്ലാസ്സും വന്നിരിക്കുന്നു. കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. മായ who was the prestigious Maya who won the prestigious literary award recently was a teacher. Maya was a teacher. ഇടയ്ക്ക് വന്നിരിക്കുകയാണ് വേറൊരു ക്ലോസ്. Maya was a teacher. അത് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. And had started writing stories for children. അതും എന്താണ്? മെയിൻ ക്ലാസ്. While she was working in a school in Agra. അത് എന്താണ്? സബോർഡിനേറ്റ്. അപ്പോൾ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഹൂ വൺ ദി പ്രസ്റ്റീജിയസ് ലിറ്റററി അവാർഡ് റീസെൻ്റ്ലി. അവസാനം വന്നിരിക്കുന്ന വൈൽ ഷീ വാസ് വർക്കിംഗ് ഇൻ എ സ്കൂൾ ഇൻ ആഗ്ര എന്ന് പറയുന്നതും സബോർഡിനേറ്റ് ക്ലോസുകൾ.
അപ്പോൾ ഇവിടെ 2 സബോർഡിനേറ്റ് ക്ലോസുകൾ വന്നിട്ടുണ്ട്, 2 പ്രിൻസിപ്പൽ ക്ലാസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, 2 പ്രിൻസിപ്പൽ ക്ലാസ് വന്നിട്ടുണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലാസ് എങ്കിലും വേണം. ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ്, കോംപ്ലക്സ് സെന്റൻസ് അല്ലേ. മായ ഹു വൺ ദി പ്രസ്റ്റീജിയസ് ലിറ്റററി അവാർഡ് റീസെൻ്റ്ലി വാസ് എ ടീച്ചർ ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ വൈൽ ഷി വാസ് വർക്കിംഗ് ഇൻ എ സ്കൂൾ ഇൻ ആഗ്ര. ഇനി അടുത്തത് കുറേ എക്സസൈസുകളാണ്. നമ്പർ 1, കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ഹൂ, ഹൂസ്, വേർ, വിച്ച്, ഹും. ഇതിൽ നിന്ന് എത്ര എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും? ഏതൊക്കെ? ഹൂ, ഹും, ഹൂസ്, വേർ. വേർ എന്ന് പറയുമ്പോൾ ആര്യവർബ് ക്ലാസ് ആണ്. ആര്യവർബാണത്. വിച്ച്. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിക്കുമ്പോൾ റിലേറ്റീവ് ക്ലോസ് അല്ലേ വരുന്നത്, കറക്റ്റായിട്ടുള്ളത് ഉപയോഗിക്കണം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പേഴ്സൺ ഡാഷ് ഹൗസ് യു ഹാവ് റെൻറ്റഡ്. നീ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പേഴ്സൺ ഡാഷ് ഹൗസ് യു ഹാവ് റെൻറ്റഡ്. ഹൂ ഹൗസ് ശരിയാവത്തില്ല, ഹും ഹൗസ് ശരിയാവത്തില്ല, ഹൂസ് ഹൗസ് യു ഹാവ് റെൻറ്റഡ്. കറക്റ്റ്. സോ ദിസ് ഈസ് ദ പേഴ്സൺ dash we sold our ancestral property. This is the person dash we sold our ancestral property. നിങ്ങളുടെ കുടുംബസ്വത്ത് വിറ്റത് ഇയാൾക്കാണ്. This is the person who ആണോ? അല്ല. Whose ആണോ? Whom we sold our ancestral property. Whom എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ അല്ലേ ഇവിടെ വേണ്ടത്. ശ്രീദേവി dash we met at the cinema yesterday was my senior in college. Sridevi dash we met at the cinema means cinema hall, cinema theatre yesterday, was my senior in college. Sridevi who we met at the cinema theatre yesterday was my senior at college. Kolkata is the place dash he spent his childhood. കൊൽക്കത്ത ഈസ് ദി പ്ലേസ് ഡാഷ് ഹി സ്പെൻഡ് ഹിസ് ചൈൽഡ്ഹുഡ്. അവിടെ എന്താ വേണ്ടത്? പ്ലേസിനാണല്ലോ കാണിക്കുന്നത്. പ്ലേസിനെ കാണിക്കുന്ന ആഡ്വർബല്ലേ വേണ്ടത്. വേർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗണല്ലേ വേണ്ടത്. വേർ ഹി സ്പെൻഡ് ഹിസ് ചൈൽഡ്ഹുഡ്. 1947 വാസ് ദി ഇയർ ഇൻ ഡാഷ് ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. 1947 വാസ് ദി ഇയർ ഇൻ ഡാഷ് ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്. ഇൻ വിച്ച് ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്? ദാറ്റ് ഈസ് ദി മൂവി അബൌട്ട് ഡാഷ് I wrote a review last week. That is the movie about dash I wrote a review last week. ആ സിനിമയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു റിവ്യൂ എഴുതിയത്. That is the movie about which I wrote a review last week. Which ആണ് വേണ്ടത്. ഇനി അടുത്ത സെറ്റ്, fill in the blanks with the suitable words from the box. ബോക്സിൽ കുറേ കൊടുത്തിട്ടുണ്ട്, അതേ എടുത്ത് എഴുതാവൂ. വേറെ വല്ലതും സൂട്ടബിൾ ആയിട്ട് തോന്നിയാൽ എഴുതരുത്. ബോക്സിൽ കിടക്കുന്നതെന്ന് എടുക്കണം. ആസ് വെൽ ആസ് ഉണ്ട്. either or, not only but also, neither nor, whether or, as well as ഉണ്ട്, either or ഉണ്ട്, not only but also ഉണ്ട്, neither nor ഉണ്ട്, whether or ഉണ്ട്. The parents are dash progressive dash kind and understanding. The parents are dash progressive ഡാഷ് കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പേരൻസ് പുരോഗമനവാദികൾ മാത്രമല്ല, കൈൻഡും അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. അതുമാത്രമല്ല ഇതുമാണ്, അതും ഇതുമാണ്. അപ്പോൾ 2 പ്രിൻസിപ്പൽ ക്ലാസ്സുകളെ യോജിപ്പിക്കണമല്ലോ. അതിലേതാ ഏറ്റവും നല്ലത്? നോട്ട് ഉള്ളി ബട്ട് ഓൾസോ നോക്കുകയും. ദി പേരൻസ് ആർ നോട്ട് ഉള്ളി. ആദ്യത്തെ ബ്ലാങ്കിൽ നോട്ട് ഉള്ളി പ്രോഗ്രസീവ്, രണ്ടാമത്തെ ബ്ലാങ്കിൽ ബട്ട് ഓൾസോ കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ശരിയായല്ലോ. ഡാഷ് യു ലൈക്ക് ഇറ്റ് ഡാഷ് നോട്ട്. സോറി, dash you like it dash I am planning to go with my original design. ഞാൻ എൻ്റെ ആദ്യത്തെ ഡിസൈനായിട്ട് പോവുകയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അവിടെ എന്താ വേണ്ടത്? വെദർ ആദ്യം, പിന്നെ രണ്ടാമത്തെ ബ്ലാങ്കിൽ ഓർ. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് I am planning to go with my original design. The boy's proposal was rejected as he was dash educated dash employed.
പയ്യൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു. കാരണം അവന് വിദ്യാഭ്യാസമില്ല, ജോലിയില്ല. പിന്നെ പെണ്ണ് കെട്ടിയാൽ എന്താ ചെയ്യുക? ദി ബോയ്സ് പ്രപ്പോസൽ വാസ് റിജക്റ്റഡ് ആസ് ഹി വാസ് ഡാഷ് എഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേറ്റഡ് അല്ല, നെഗറ്റീവാ. നെയ്തർ എഡ്യൂക്കേറ്റഡ് ഡാഷ് എംപ്ലോയിഡ് നോർ എംപ്ലോയിഡ്. അല്ല, ഏതർ ഓർ ആണെങ്കിൽ ശരിയാവത്തില്ലല്ലോ, അത് പോസിറ്റീവ് അല്ലേ. ഇത് നെഗറ്റീവ് പറഞ്ഞെങ്കിലല്ലേ ശരിയാവത്തുള്ളൂ. അനദർ വൺ, വി ക്യാൻ ഡാഷ് കുക്ക് മീൽ അറ്റ് ഹോം ഡാഷ് eat out, dine out, eat out. We can dash cook meal at home dash eat out. എന്താ വേണ്ടത്? We can either cook meal at home or eat out. ശരിയായില്ലേ? The manager is efficient dash bold in his decisions. The manager is efficient dash bold in his decisions. അപ്പോൾ എന്താ വേണ്ടത്? The manager is efficient as well as, അതേപോലെ തന്നെ as well as bold in his decisions. അതല്ലേ? അടുത്ത സെറ്റ്, choose the correct word or words from the brackets. Choose the correct word or words given in the brackets or from the brackets. ഓൾദോ ഇൻസ്പൈറ്റ് ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾദോ എന്ന് പറഞ്ഞാൽ എന്താ? കൺസെഷനെ കാണിക്കുന്നത്. പിന്നെ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്. ഇൻസ്പൈറ്റ് ഓഫിനും ഡെസ്പൈറ്റിനും ഒരേ മീനിങ് ആണ്. എന്നിരുന്നാലും എങ്കിലും എന്ന് കാണിക്കുന്നതാണ് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും. അപ്പോൾ ഇവിടെ ഓൾദോ വേണോ, ഇൻസ്പൈറ്റ് ഓഫ് വേണോ, ഡെസ്പൈറ്റ് വേണോ എന്നുള്ളത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഓൾദോയും ഡെസ്പൈറ്റും. ഓൾദോ ഡെസ്പൈറ്റ് ഏതെങ്കിലും ഒന്ന്. ഹെർ വിഷൻ ഈസ് പുവർ ഷീ സ്റ്റിൽ റീഡ്സ് എ ലോട്ട്. ഇൻസ്പൈറ്റ് ഓഫ് ആയ ശരിയാവും. ഇൻസ്പൈറ്റ് ഹെർ വിഷൻ ഈസ് പുവർ ഷീ സ്റ്റിൽ റീഡർ ശരിയാവത്തില്ല. ഇൻസ്പൈറ്റ് ഓഫ് ഹെർ പുവർ വിഷൻ എന്നായിരുന്നെങ്കിൽ ശരിയായിരുന്നു. ഇവിടെ ഓൾദോ ഹെർ വിഷൻ ഈസ് പുവർ ഷീ സ്റ്റിൽ റീഡ്സ് എ ലോട്ട് ശരിയായല്ലോ. അപ്പം അവിടെ ഓൾദോ അല്ലേ വേണ്ടത്. രണ്ടാമത്തതിൽ ഓൾദോയും ഇൻസ്പൈറ്റ് ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെസ്പൈറ്റ് നോ ഇൻസ്പൈറ്റ് ഓഫ്. ബീയിങ് ബോൺ ഇൻ ടു എ പുവർ ഫാമിലി ജെറി ബിക്കെയിം എ സക്സസ്ഫുൾ ബിസിനസ്മാൻ. പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എന്നിരുന്നാലും ജെറി ഒരു വിജയശ്രീലാളിതനായ വിജയിച്ച ബിസിനസ്മാനായി മാറി. എങ്കിലും എന്നിരുന്നാലും ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഓഫ്. ഇവിടെ ഏതാ ഉള്ളത്? ഇൻസ്പൈറ്റ് ഓഫ് അല്ലേ. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ബോൺ. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ബോൺ ഇൻ ടു എ പുവർ ഫാമിലി ജെറി ബിക്കെയിം എ വെരി സക്സസ്ഫുൾ ബിസിനസ്മാൻ അല്ലേ. ഹി ഈസ് നോട്ട് പോപ്പുലർ എമംഗ് ഹിസ് ഫ്രണ്ട്സ്. പിന്നെ ബിക്കോസ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് എഴുതണം. ഹിസ് സെൽഫിഷ്നെസ് ആൻഡ് അരഗൻസ്. ഹി ഈസ് നോട്ട് പോപ്പുലർ എമംഗ് ഹിസ് ഫ്രണ്ട്സ്. ബിക്കോസ് വേണോ, ബിക്കോസ് ഓഫ് വേണോ? ഹിസ് സെൽഫിഷ്നെസ് ആൻഡ് അരഗൻസ്. ബിക്കോസ് അത് കഴിഞ്ഞാൽ പിന്നെ അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ നൗൺ ആണ്. സെൽഫിഷ്നെസ്സും അരഗൻസും. അപ്പോൾ ബിക്കോസ് ഓഫ് അല്ലേ വേണ്ടത്. ബിക്കോസ് ഓഫ് ഹിസ് സെൽഫിഷ്നെസ് ആൻഡ് അരഗൻസ്. അതല്ലേ ശരി. അടുത്തത് നമുക്ക് ഓൾദോ ഇൻസ്പൈറ്റ് ഓഫ് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അശ്വിൻ റീച്ച്ഡ് ഏർലി ഹി കുഡന്റ് ഗെറ്റ് എ സീറ്റ് ഇൻ ദി ഫ്രണ്ട്. അശ്വിൻ റീച്ച്ഡ് ഏർലി ഹി കുഡന്റ് ഗെറ്റ് എ സീറ്റ് ഇൻ ദി ഫ്രണ്ട്. മുൻവശത്തൊരു സീറ്റ് കിട്ടിയില്ല നേരത്തെ വന്നെങ്കിലും. അപ്പോൾ ഓൾദോ ഇൻസ്പൈറ്റ് ഓഫ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണം. എന്താണ്? ഓൾദോ അല്ലേ വേണ്ടത്. ഇൻസ്പൈറ്റ് ഓഫ് എന്നാൽ ശരിയാവത്തില്ല, നൗൺ ആവണ്ടേ ആദ്യം. അപ്പോൾ ഓൾദോ അശ്വിൻ റീച്ച്ഡ് ഏർലി ഹി കുഡന്റ് ഗെറ്റ് എ സീറ്റ് ഇൻ ദി ഫ്രണ്ട്. അവിടെ ഏതാ നല്ലത്? അതൊരു ആട്രിബ്യൂട്ട് ക്ലോസ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് നല്ലത്. നെക്സ്റ്റ് വൺ, ഓൾദോ ഡെസ്പൈറ്റ് എനി ഓഫ് ദീസ് മസ്റ്റ് ബി യൂസ്ഡ്. ദി ഫാക്ട് ദാറ്റ് he is the owner's son is not the right candidate for the manager's position. Although despite of കഴിഞ്ഞിട്ട് the fact that he is the owner's son is not the right candidate for the manager's position. എന്താണ്? ഓൾദോ അല്ലേ വേണ്ടത്. അതോ ഡെസ്പൈറ്റ് ആണോ വേണ്ടത്? ഓൾദോ ശരിയാവും ഇല്ലല്ലോ. ഡെസ്പൈറ്റ് ദി ഫാക്ട് ദാറ്റ്. ഇൻസ്പൈറ്റ് ഓഫിൻ്റെ അർത്ഥം വരുന്ന ഡെസ്പൈറ്റ് ദി ഫാക്ട് ദാറ്റ് ഹി ഈസ് ദി ഓണേഴ്സ് സൺ രാജു ഈസ് നോട്ട് ദി റൈറ്റ് കാൻഡിഡേറ്റ് ഫോർ ദി മാനേജേഴ്സ് പൊസിഷൻ. Another one, Riya and Kavya are still friends. Although ഡെസ്പൈറ്റോ എന്തെങ്കിലും ചേർക്കേണ്ടത്. അതിനുശേഷം
their occasional fights and disagreements. വല്ലപ്പോഴുള്ള ശണ്ടയും അതുപോലെ എതിർപ്പുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോഴും ഫ്രണ്ട്സാണ്. റിയയും കാവ്യയും റിയ ആൻഡ് കാവ്യ ആർ സ്റ്റിൽ ഫ്രണ്ട്സ് despite their occasional fights and disagreements ആണ്. although ആണോ despite their occasional fights and disagreements. അടുത്ത സെറ്റ് ചൂസ് ദി റൈറ്റ് വേർഡ് ഓർ ഫ്രേസ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അതായത് ഓപ്ഷണലാണ്, ചോയ്സ് തന്നിട്ടുണ്ട്, അതിൽ ശരിയായിട്ടുള്ള വാക്കോ അല്ലെങ്കിൽ ഫ്രേസോ സെലക്ട് ചെയ്ത് ഉപയോഗിക്കണം. ചൂസ് ദി റൈറ്റ് വേർഡ് ഓർ ഫ്രേസ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. He gave instructions dash he were the leader. ലീഡറിനെ പോലെ ഇൻസ്ട്രക്ഷൻസ് നൽകി. എന്താണ് പോലെ എന്നുള്ളതിന് ആസിഫ് അല്ലെങ്കിൽ ആസ്തോ അല്ലേ? പ്രായകരി കൊടുത്തിരിക്കുന്ന ആസ്തോ അല്ല, ഓൾദോ, ആസിഫ്, അൺലസ്, വേറാസ്. ആസ്തോ, ആസിഫ്, ആസ്തോ അല്ല, ഓൾദോ, ആസിഫ്, അൺലസ്, വേറാസ്. ഇപ്പം നമ്മളതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. പോലെ എന്നുള്ളതിന് ആസിഫ് അല്ലേ? ആസ്തോ എന്ന് ഞാൻ പറഞ്ഞത് ഉണ്ടായിരുന്നെങ്കിൽ ആസ്തോ എടുത്താൽ മതിയായിരുന്നു. ഹി ഗേവ് ഇൻസ്ട്രക്ഷൻസ് ആസിഫ് ഹി വേർ ദി ലീഡർ. അനദർ വൺ ഡാഷ് യു മെസ്സേജ് മീ ഐ വിൽ സെൻഡ് മൈ കാർ ടു പിക്കപ്പ്. മെയിൻ ക്ലാസ്സിൽ ഐ വിൽ സെൻഡ് വെർബിൻ്റെ കൂടെ വില്ല് വന്നിരിക്കുന്നു. പിന്നെ അത് കാണുമ്പോഴേ അറിയാതാണ് എന്ത് വേണമെന്ന് നമുക്കറിയാം. എന്താണ് ആസൂണാസ്, ആസ്തോ, ബൈ ദി ടൈം. ഇതിലേത് നിങ്ങൾ എടുക്കും? വിച്ച് വൺ വിൽ യു ചൂസ്? നീ മെസ്സേജ് ചെയ്ത് ഉടനെ ഞാൻ എൻ്റെ കാർ അയക്കാം. അപ്പോൾ എന്താ വേണ്ടത് അവിടെ? ഉടനെ എന്നുള്ളതിന് ആസൂണാസ് അല്ലേ? ആസൂണാസ് യു മെസ്സേജ് മീ ഐ വിൽ സെൻഡ് മൈ കാർ ടു പിക്ക് യു അപ്പ്. അതല്ലേ വേണ്ടത്? അനദർ വൺ ഷീ ക്യാൻ റെസ്യൂം ഹെർ സ്വിമ്മിംഗ് ലെസൺസ് dash the final exams are over. She can resume means continue her swimming lessons dash the final exams are over. Now that, even if, so that, in case. She can resume her swimming lessons so that ആണോ? അല്ലല്ലോ. Now that the final exams are over. final exams കഴിഞ്ഞതുകൊണ്ട് അവൾക്ക് സ്വിമ്മിംഗ് ലെസൺസ് തുടരാമെന്ന്. Now that. Another one, start preparing for your exam early. dash you would not have to regret later. പരീക്ഷയ്ക്ക് വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്താൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരത്തില്ല. സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ യുവർ എക്സാം ഏർലി ഡാഷ് you would not have to regret later. So that even though before, so that അല്ലേ വേണ്ടത്? സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് യുവർ ലെസൺസ് ഏർലി so that you would not have to regret later. ഇനി നിങ്ങൾ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ, നമ്മൾ പഠിച്ചല്ലോ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിച്ചില്ല. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് പഠിച്ചല്ലോ. അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസസ് ഗിവൺ ബിലോ ആസ് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ഓർ കോമ്പൗണ്ട് കോംപ്ലക്സ്. ദി വെദർ ഈസ് പെർഫെക്റ്റ് ടുഡേ. കാണുമ്പോഴേ അറിയാം ഒരൊറ്റ ക്ലോസേ ഉള്ളൂ, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസേ ഉള്ളൂ. ഈസ് എന്ന് പറയുന്ന ഒരു ഫൈനറ്റ് വെർബേ ഉള്ളൂ. സിമ്പിൾ സെൻറ്റൻസ്. He is educated, his beliefs are highly regressive. Although he is educated, his beliefs are highly regressive എന്ന് പറയുന്നത് regressive, progressive ഓപ്പോസിറ്റ്, പിന്നോട്ടടിക്കുന്നവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ. അപ്പോൾ അത് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ക്ലാസ്. ആദ്യം വന്നിരിക്കുന്ന although he is educated, അത് സബോർഡിനേറ്റ് ക്ലാസ്. ഒരു സബോർഡിനേറ്റ് ക്ലാസ്സും ഒരു പ്രിൻസിപ്പൽ ക്ലാസ്സും വരുന്നത് ഏതാണ്? കോംപ്ലക്സ് സെൻറ്റൻസ്. ദി ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഹാസ് നോട്ട് കം. ഒരൊറ്റ ക്ലോസേ ഉള്ളൂ, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസേ ഉള്ളൂ. ഹാസ് നോട്ട് കം എന്ന് പറയുന്ന ഒരൊറ്റ ഫൈനൈറ്റ് വെർബേ ഉള്ളൂ. അതേതാണ്? സിമ്പിൾ സെൻറ്റൻസ്. ഐ അസ്യൂം ദാറ്റ് യു ഹാവ് കം ടു ആസ്ക് ഫോർ ഹെൽപ്പ്. I assume that you have come to ask for help. I assume, അത് ഞാൻ കരുതുന്നു, മെയിൻ ക്ലോസ്. That you have come to ask for help എന്ന് പറയുന്ന സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ ഒരു മെയിൻ ക്ലാസ്സും ഒരു സബോർഡിനേറ്റ് ക്ലാസ്സും. കോംപ്ലക്സ് സെൻറ്റൻസ്. She came upon a superb diamond necklace and let her heart filled with overwhelming desire. She came upon a superb diamond necklace. അവളൊരു വളരെ മനോഹരമായ മികച്ച ഡയമണ്ട് നെക്ലസ് കണ്ടെത്തി. ആൻഡ് let her heart
ഫിൽഡ് വിത്ത് ഓവർവെൽമിംഗ് ഡിസയർ, അവളുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹം ഉണർത്തി. അത് രണ്ടും പ്രിൻസിപ്പൽ ക്ലോസിലാണ് വന്നിരിക്കുന്നത്. അപ്പം രണ്ടോ അതിലധികമോ പ്രിൻസിപ്പൽ ക്ലോസുകൾ മാത്രമുള്ളത് ഏതാണ്? കോമ്പൗണ്ട് സെന്റൻസ്. The hunter shook his head several times as if he was puzzled. The hunter shook his head several times. അത് എന്താണ്? അത് മെയിൻ ക്ലാസ്, പ്രിൻസിപ്പൽ ക്ലാസ്. ആസ് ഇഫ് ഹി വാസ് പസിൽഡ് എന്ന് പറയുന്നത് ഏതാണ്? സബോർഡിനേറ്റ്. ഒരു മെയിൻ ക്ലാസും ഒരു സബോർഡിനേറ്റ് ക്ലാസും. അതേതാ? ഒരു മെയിൻ ക്ലാസും സബോർഡിനേറ്റും മറന്നു നമ്മൾ. കോംപ്ലക്സ് സെന്റൻസ്. When Prema was 7 years old, her parents relocated to Singapore and settled down in the country for good. പ്രേമയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ പേരൻസ് അങ്ങോട്ട് പോയി, സിംഗപ്പൂരിലേക്ക് പോയി, എന്നേക്കുമായി അവിടെ സെറ്റിൽ ചെയ്തു. വെൻ പ്രേമ വാസ് 7 years old, her parents relocated to Singapore. സിംഗപ്പൂരിലേക്ക് പോയി, മെയിൻ ക്ലോസ്. ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ദി കൺട്രി ഫോർ ഗുഡ്, അതും മെയിൻ ക്ലോസ്. ആദ്യം വന്നിരിക്കുന്നത് വെൻ പ്രേമ വാസ് 7 years old എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് ക്ലാസ്. ഇപ്പം 2 മെയിൻ ക്ലാസ്സുകളുണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലാസ്സും. 2 മെയിൻ ക്ലാസ്സുകളും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലാസ്സുകളും വരുന്നത് എന്താണത്? കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ലേ? ഇത് കോമ്പൗണ്ട് കോംപ്ലക്സ്. അനദർ വൺ, ജയന്ത്, ഹു ഹാഡിലി അറ്റൻഡ്സ് ദി ക്ലാസ്സസ്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറില്ല. ഹു ഹാഡിലി അറ്റൻഡ്സ് ക്ലാസ്സസ് വാസ് പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ്. ജയന്ത് വാസ് പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് എന്ന് പറയുന്ന ഒരു മെയിൻ ക്ലാസ് വന്നു. വെൻ ഹിസ് നെയിം വാസ് അനൗൺസ്ഡ് എമംഗ് ദി ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസ് ഓഫ് ദി സ്കൂൾ. ജയന്ത് ഹു ഹാഡിലി അറ്റൻഡ്സ് ദി ക്ലാസ്സസ്. ഹു ഹാഡിലി അറ്റൻഡ്സ് ദി ക്ലാസ്സസ് ഒരു സബോർഡിനേറ്റ് ക്ലാസ്. അപ്പോൾ ജയന്ത് വാസ് പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ്, അതെന്താണ്? അത് ഇൻഡിപെൻഡൻറ്റ് ക്ലാസ്. വെൻ ഹിസ് നെയിം വാസ് അനൗൺസ്ഡ് എമംഗ് ദി ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസ് ഓഫ് ദി സ്കൂൾ. വെൻ ഹിസ്, അതെന്താണ്? ഒരു പ്രിൻസിപ്പൽ ക്ലാസ്സുണ്ട്, രണ്ട് സബോർഡിനേറ്റ് ക്ലാസ്സുകളുണ്ട്, ഒരു പ്രിൻസിപ്പൽ ക്ലാസ്സേ ഉള്ളൂ. അതേതാ? കോംപ്ലക്സ് സെൻറ്റൻസ്. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ സിമ്പിളും കോംപ്ലക്സും കോമ്പൗണ്ട് അതിൻ്റെ നിയമം ഒന്ന് നോക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണണമെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. യു ഷുഡ് പ്രിപ്പയർ ക്വൈറ്റ് വെൽ. ദീസ് ആർ സം മോട്ടിവേഷൻസ് ഐ ആം ഗിവിങ് യു. പിന്നെ കുറേ പുസ്തകത്തിൽ എക്സസൈസസ് നമ്മൾ ഫോളോ ചെയ്യുന്നു ഫോർ ദി സേക്ക് ഓഫ് എക്സാമിനേഷൻ. വി ആർ ഹിയർ ലുക്കിംഗ് അറ്റ് എവറിത്തിങ് ഓൺലി ഇൻ ആൻ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു റിപ്പോർട്ട് സ്പീച്ചിൻ്റെ 2 വീഡിയോസ് ഉണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞാലൊന്നും തീരത്തില്ല. ആ റിപ്പോർട്ട് സ്പീച്ചിൻ്റെ വീഡിയോസ് നിങ്ങൾ 2ഉം കാണണം. യെസ്, യു ഷുഡ് നെസസറിലി വാച്ച് ദി വീഡിയോസ് ഓൺ റിപ്പോർട്ട് സ്പീച്ച് ചെയ്യണം. പിന്നെ അതിനുശേഷം കോമ്പോസിഷൻ വർക്കിന് ഞാൻ തന്നിരിക്കുന്ന വീഡിയോസ് ഭംഗിയായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്താണ്? ഗ്രാമറിൽ നല്ല മാർക്ക് നമുക്ക് കിട്ടും. ഞാൻ ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ക്ലാസ്സുകൾ ഇടുന്നത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി മാറട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് ഇൻ ദി എക്സാമിനേഷൻ. പരീക്ഷയിൽ വിജയശ്രീലാളിതരാകണം ഓരോരുത്തരും. എല്ലാവരും കേട്ടല്ലോ. ബികോം സ്റ്റുഡൻസ്, നേരത്തെ പഠിക്കാത്തവർ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യൂ. ആൻഡ് ബി എ സ്റ്റുഡൻസ്, study everything better. Okay? Once again, I am wishing you the very best.